പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർത്തു നോക്കണം. സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്തൊരു മനുഷ്യൻ, സ്വകാര്യ ഡോക്ടറുടെ കയ്യിലെ ടോക്കൺ പോലും എടുക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തൊരു മനുഷ്യൻ രോഗം വന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് പോയി. അവിടെ കെട്ടിടം പൊളിഞ്ഞ് തലയ്ക്ക് വീണ് ഇഷ്ടിക കൊണ്ട് മണ്ട കീറി വീണ്ടും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി കെട്ടുതാലി പണയപ്പെടുത്തി ചികിത്സിക്കേണ്ടി വരുന്ന ഗതികേട്. ആ കെട്ടിടം അവിടെ പൊളിഞ്ഞു കിടക്കുമ്പോൾ മന്ത്രിമാരടക്കം വന്ന് ഒന്നല്ല 2 മന്ത്രിമാർ വന്ന് ഒരു പ്രശ്നവുമില്ല, അതിനകത്ത് ആളൊന്നുമില്ല എന്ന് നിസ്സാരവൽക്കരിച്ച് കള്ളം പറഞ്ഞ് കബളിപ്പിച്ച് മനുഷ്യനെ കബളിപ്പിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ജീവൻ ശ്വാസം കിട്ടാതെ പടയുന്നുണ്ട്. 2 മണിക്കൂർ കഴിയുമ്പോൾ പുറത്തേക്ക് വന്നു, അത് ശവശരീരമായി, അത് അനാസ്ഥയുടെ രക്തസാക്ഷി. ഈ വാർത്ത 2 ദിവസം കഴിയുമ്പോൾ കഴിയുമല്ലോ. ആരോഗ്യ കേരളത്തെ അപമാനിച്ച, ആരോഗ്യ കേരളത്തെ അവഹേളിച്ച ഡോക്ടർ ഹാരിസ് ഹസനെ നമുക്ക് അപ്പോൾ തൂക്കിലേറ്റാം, കഴിവേറ്റാം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. പ്രകാശം മാസ്റ്റർ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഡോക്ടർ എൻ എം അരുൺ, വിനോദ്, ഈ മരിച്ചുപോയ ബിന്ദുവിൻ്റെ ഒരു ബന്ധുവാണ് വിനോദ് എന്നിവർ ചേരുന്നു. ആദ്യം ഞാൻ ചർച്ചയിലേക്ക് കടക്കും മുൻപ് ഞാൻ ടോബിയിലേക്ക് ഒന്ന് പോകുന്നു. ടോബി, ഞാൻ രാവിലെ വാർത്ത വായിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ടോബിയുടെ വാർത്ത ഈ ഗ്രൂപ്പിലേക്ക് ആദ്യം, നമ്മുടെ വാർത്താ ഗ്രൂപ്പിലേക്ക് ആദ്യം വരുന്നത്. അത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു വാർഡ് പൊളിഞ്ഞു വീണു എന്നതായിരുന്നു വാർത്ത. ഒരു ആദ്യം അപ്പോൾ ഉള്ളിൽ കയറിയതാണ്. അതിനുശേഷം ടോബിയാണ് ആദ്യം ഈ വാർത്ത നമ്മൾ പ്രേക്ഷകരെ ആദ്യം അറിയിക്കുന്ന നമ്മളാണ്. ടോബിയാണ് ആദ്യം അവിടെ എത്തിയത്. അതിനുശേഷമാണ് ഈ പറയുന്ന മന്ത്രിമാരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴും നമ്മൾ എന്താണ് ഈ പറഞ്ഞ ആശ്വാസത്തിന് വഴിമാറി നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അത് 100% ഒഴിഞ്ഞ കെട്ടിടമാണെന്നും അതിനകത്ത് ആരുമില്ലെന്നും മന്ത്രിമാരടക്കം സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ടാണ്. അത് വ്യാജമെന്ന് തെളിയുന്ന രാത്രിയാണ് ടോബി ഇത്. ഹാഷ്മി, തീർച്ചയായിട്ടും നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. അതായത് അപകടത്തിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല. 2 പേർക്കാണ് പരിക്കേറ്റത്. അവരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത്രയും വലിയൊരു കെട്ടിടം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ട ഞെട്ടലിൽ നിന്ന് ഞാനടക്കമുള്ളവർക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ആ വാക്ക് പറയുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് ഒരു ജീവൻ ആ മണ്ണിനടിയിൽ കിടപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം അടുത്ത മണിക്കൂറിൽ ഞെട്ടിച്ച ഒരു കാര്യം. അങ്ങനെ ഒരു മൃതദേഹം അതിൻ്റെ അടിയിലുണ്ടോ, അല്ലെങ്കിൽ ഒരു ജീവൻ അതിൻ്റെ അടിയിലുണ്ടോ എന്ന് പോലും ആദ്യഘട്ടത്തിൽ ആർക്കും തന്നെ മനസ്സിലായില്ല. പക്ഷേ പിന്നീട് തലയോലപ്പറമ്പിൽ നിന്നുള്ള ബിന്ദുവിനെ കാണുന്നില്ല എന്നുള്ളൊരു വിവരം ലഭിച്ചപ്പോഴാണ് ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ കടന്നത്. പക്ഷേ മന്ത്രിമാർ പറയുന്നത് അപ്പോൾ തന്നെ അതിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള അല്ലെങ്കിൽ തിരയാനുള്ള നിർദ്ദേശം നൽകി, പരിശോധനകൾ നടത്താനുള്ള നിർദ്ദേശം ഫയർഫോഴ്സിനും പോലീസിനും നൽകിയെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായിട്ടുണ്ടോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവിടെ നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. കാരണം അവിടേക്ക് ആ JCBകൾ കയറി വരാനെടുത്ത സമയം ഏകദേശം 1 മണിക്കൂറോളം ആ ഒരു കോറിഡോറിൽ കൂടി, ആളുകൾ കടന്നു പോകുന്ന കോറിഡോറിൽ കൂടി ആ ചെറിയ JCBകൾക്ക് പോലും കയറി വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഒടുവിൽ ഗേറ്റ് തകർത്ത് പൊളിച്ചാണ് ആ JCBകൾ അവിടേക്ക് കൊണ്ടുവന്ന് 3 JCBകൾ കൊണ്ടുവന്ന് മണ്ണ് മാറ്റി നോക്കിയത്. അപ്പോഴാണ് ആ ബിന്ദുവിനെ ആ മണ്ണിൻ്റെ അടിയിൽ നിന്നും കണ്ടെത്താൻ അവരുടെ കൈകൾ ആദ്യം കണ്ടെത്തി അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്നത്. അതൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവമായി. ഒരുപക്ഷെ എല്ലാം കഴിഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ആശ്വാസത്തിൻ്റെ മണിക്കൂറുകളെന്ന് വിചാരിച്ചെടുത്ത് നിന്നാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സോഴ്സിൽ നിന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാർ ആദ്യം ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതെന്നാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. സൂപ്രണ്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടുണ്ട്, അങ്ങനെ വലിയൊരു ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെല്ലാം അവിടെയുണ്ട്. അവർ ഫീഡ് ചെയ്ത് കൊടുത്തതാണോ ഈ മന്ത്രിമാർ പറഞ്ഞത്, അതോ മറ്റാരെങ്കിലും പറഞ്ഞതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ വിശദീകരണം പറയേണ്ടതുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം എന്ന് പറയാതിരിക്കാൻ വയ്യ. എടുത്തു പറയേണ്ടത് ആ കെട്ടിടത്തിൻ്റെ ഒരു സ്ട്രക്ചർ ആർക്കും പേടി തോന്നും. അതിൻ്റെ അടുത്ത് പോലും പോയി നിൽക്കാൻ പറ്റാത്തത്ര പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. കാലപ്പഴക്കത്തിൽ കോൺക്രീറ്റ് അടർന്ന് വീണ് അതിൻ്റെ കമ്പികൾ തെളിഞ്ഞു കാണാൻ പറ്റുന്ന ഒരു കെട്ടിടം, അതിനുള്ളിൽ രോഗികളെ അടക്കം കിടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പലരും പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം ചെരിവാണ്? അത്രയും അപകട ഭീഷണി ഉയർത്തുന്ന ഒരു കെട്ടിടത്തിൽ എങ്ങനെയാണ് കിടത്തി ചികിത്സ അടക്കം മുന്നോട്ട് കൊണ്ടുപോയത്? അങ്ങനെ ഒരു കാര്യങ്ങൾ അവിടെ നിന്നവരൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. അതല്ല, ഇപ്പോൾ വന്ന വിശദീകരണം പ്രിൻസിപ്പാളിന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗികമായിട്ടൊരു വിശദീകരണം വന്നു. മന്ത്രിമാരും എല്ലാം അല്പസമയം മുമ്പ് പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു ചുമ്മാ വ്യാജമാണ്. ഞാൻ എത്താം ടോബി. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അത് കഴിഞ്ഞ് വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഏതോ കാലം മുൻപ് തന്നെ ഈ ആശുപത്രി പ്രശ്നപരിത ആശുപത്രിയാണ് എന്ന് ആരോ കൊടുത്ത റിപ്പോർട്ടിനെ പറ്റി മന്ത്രി പറയുന്നുണ്ട്. അതൊന്ന് പ്ലേ ആവോ, കേൾപ്പിക്കാവോ? നോക്കൂ, 2013
2013 ഒരു കത്താണ്. 2013 ഒരു കത്താണിത്. 2013 ഒരു കത്തിനകത്ത് പറയുകയാണ്, അതിനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ്, നോക്കൂ, മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഈസ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ആൻഡ് മേ ഫോൾ ഡൗൺ അറ്റ് എനി ടൈം. 2013 അതിനുശേഷം അല്ല, ഞാൻ പറയട്ടെ, 2016 ഇതിനൊരു ഫണ്ട് വെച്ചതെന്നേ. ഫണ്ട് 2016 കിഫ്ബിയിലൂടെ 2013 മന്ത്രിക്ക് കിട്ടിയ അറിവിനെ പറ്റി പറയുകയാണ്. ഈ കത്തിനെ പറ്റി 2013 ഒരു കത്ത് മന്ത്രി പുറത്ത്, അപ്പോൾ അറിയാം, അപ്പോൾ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ അറിയാം 2013 മുതൽ ഈ ബിൽഡിങ്ങുകൾ പ്രശ്നമാണെന്നറിയാം. 2013 ഇപ്പോൾ 2025 നമ്മൾ നിൽക്കുകയാണ്. പിന്നെ ഈ ന്യായം പറയുകയാണ്, ഏതോ കാലത്തെ എന്താണ് ഏതോ കാലത്തെ കെട്ടിടം, ആ കെട്ടിടത്തിലേക്ക് വരാനുള്ള വഴിയുണ്ടോ, വഴിത്താരയുണ്ടോ, അത് ഞങ്ങളാണോ ഉത്തരവാദി എന്ന് പിന്നെയും ന്യായം പറയുകയാണ്. നമ്മുടെ ടോബി, നമ്മൾ പ്രേക്ഷകരോട് പറയുന്നുണ്ട്, ഈ വാർത്ത ആദ്യം കേരളത്തിൽ അറിയിക്കുന്ന ടോബിയാണ്. ടോബി അവിടെ എത്തുമ്പോൾ പോലീസ് തടയുന്നതിന് മുൻപ് ടോബി ഈ പറയുന്ന എന്താ പറയുക, ഒഴിപ്പിച്ച ബിൽഡിംഗ് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പ്രവേശനം നിരോധിക്കപ്പെട്ട ബിൽഡിംഗ് എന്ന് പറയുന്നതിനകത്ത് കയറി. ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാവോ? അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, അത് ഒരു ഒഴിപ്പിച്ച കെട്ടിടവുമല്ല, അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന കെട്ടിടമാണെന്ന് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന ശൗചാലയ ബ്ലോക്ക്, ആ ബ്ലോക്കിൽ വെള്ളമുണ്ടെങ്കിൽ അവിടെ പോയി ആളുകൾ ഈ പറയുന്ന പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാതിരിക്കുമോ, പോയി കുളിക്കാതിരിക്കുമോ? പ്രേക്ഷകർ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ പറഞ്ഞ ഒഴിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അതിൻ്റെ ദൃശ്യങ്ങൾ നോക്കൂ. അവിടെ കുപ്പിവെള്ളം അടക്കം ഇരിപ്പുണ്ട്, അവിടെ കുടിവെള്ളം അടക്കം ഇരിപ്പുണ്ട്. ഇവിടെ രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്ന, ഒഴിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ആളെ കയറ്റിയിരുന്നില്ല, താളില്ല എന്ന് പറയുന്ന കെട്ടിടമാണെങ്കിൽ ഈ കെട്ടിടത്തിൽ എങ്ങനെയാണ് ഈ കട്ടിലുകൾ ഉണ്ടാവുക? അപ്പോൾ മാത്രം ഭക്ഷണം കഴിച്ച ഈ പറയുന്ന കുടിവെള്ളപാത്രവും ഭക്ഷണപാത്രവും ഉണ്ടാവുക. ഈ പറയുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ബിൽഡിങ്ങിൽ ഉണ്ടാവുക? കള്ളമാണ്. പറഞ്ഞതൊക്കെയും കള്ളമാണ്. ആ കള്ളം പറഞ്ഞിട്ട് പിന്നെയും ന്യായം പറയുകയാണ് മന്ത്രിയും സർക്കാരുമെങ്കിൽ അത് കഷ്ടമാണ്. ശ്രീ പ്രകാശ് മാഷെ, ഇത് മന്ത്രി വീണ ജോർജ് അങ്ങോട്ടേക്ക് പോയി തള്ളിയിട്ടു എന്ന് ആരും ആരോപിക്കുന്നില്ല. പക്ഷേ മന്ത്രി വി എൻ വാസുവിന് അങ്ങോട്ടേക്ക് വന്ന് അവിടെ നടത്തിയ പ്രതികരണങ്ങൾ, ഇത് ആരുടെയും കുറ്റമല്ല, അവിടെ ഒന്നുമില്ല, അവിടെ എല്ലാം ഒഴിഞ്ഞു കെട്ടിടമാണ്, ആകെ 2 പേർക്കൊന്നും നിസ്സാരമായ പരിക്കുള്ള ഒരു പ്രശ്നവുമില്ല, വേറെ ആരും അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഇതാരുടെയും കുറ്റമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ്, അങ്ങേയറ്റം ഇൻസെൻസിറ്റീവാണ്. ശ്രീ എം പ്രകാശൻ. ഹാഷ്മി താജിനോട് എനിക്ക് ആദ്യം ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ചെറിയ എറുമ്പിനെ കിട്ടിയാൽ അതിനെ ഹിമാലയ പർവ്വത സമാനമാക്കുന്ന പത്രപ്രവർത്തകനാണ് എന്ന് എനിക്കറിയാത്തതല്ല. അതുകൊണ്ട് എൻ്റെ സംസാരത്തിനകത്ത് ദയവായി ഇടപെടരുത് എന്നൊരു അഭ്യർത്ഥന പലവട്ടം നിങ്ങളുടേതായിട്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാനത് ആദ്യം പറയേണ്ടി വരുന്നത്. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷവും അതുപോലെ ഹാഷ്മിയെ പോലെയുള്ള ചില മാധ്യമപ്രവർത്തകരും എന്തെങ്കിലും ഒരു ദുരന്തത്തിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുന്ന അതിഹീനവും ഹൃദയഭേദവുമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇവിടെ ഇപ്പോൾ ഹാഷ്മി പറഞ്ഞല്ലോ, നമ്മുടെ സ്വകാര്യ ആശുപത്രികളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന, വീണ്ടും ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നവരുടെ ഒരു അവസ്ഥ. 2016 കേരളത്തിൽ മഹാഭൂരിപക്ഷം സാധാരണക്കാരെ സംബന്ധിച്ചും സ്വകാര്യ ആശുപത്രി അല്ലാതെ ആശ്രയിക്കാൻ ഗവൺമെൻറ് ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല. അവിടെ സേവനം ഉണ്ടായിരുന്നില്ല, ഡോക്ടർ ഉണ്ടായിരുന്നില്ല, മരുന്നുണ്ടായിരുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും അത് മറയാൻ വേണ്ടി പോകുന്നില്ല. 2016 ശേഷം ഈ 9 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗത്തിനുണ്ടായിട്ടുള്ള മാറ്റം വളരെ പ്രകടമാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഈ സന്ദർഭത്തിലാണല്ലോ ആരോഗ്യ മേഖല നേട്ടങ്ങൾക്ക് ആഗോള അംഗീകാരമായിട്ട് അടുത്ത ഘട്ടത്തിൽ അത് പറയാം. പ്രകാശ് മാഷ, ഈ വാട്ടർ വോട്ടർ നിർത്തൂ പ്ലീസ്. വാട്ടർ വോട്ടർ ഇപ്പൊ പറയല്ലേ, ആ കണക്കിന്റെ ഭണ്ഡാരം ഇപ്പോ നിരത്തല്ലേ? ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ സർക്കാർ അനാസ്ഥയുടെ ഭാഗമായി ശവശരീരമായി കിടക്കുന്നു. പ്രകാശ് മാഷെ, ഇപ്പൊ ആ വാട്ടർ വോട്ടർ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. നിങ്ങൾ ഇതാണ് ആവർത്തിക്കുന്നെങ്കിൽ, ഹാഷ്മി നിങ്ങൾ ഇതാണ് ആവർത്തിക്കുന്നെങ്കിൽ എന്നെ പിന്നെ എഴുന്നേറ്റ് അനുവദിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ആളുകൾ കേൾക്കുന്നില്ലെന്ന് എനിക്കും അറിയാം. നിങ്ങളുടെ ഉദ്ദേശം ഒരുപാട് കാലമായിട്ട് മലയാളിക്കറിയാം. നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരായിട്ട് എത്ര ചെറിയ കാര്യത്തെയും പർവ്വതീകരിക്കുന്ന പത്രപ്രവർത്തകനാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേട്ടാൽ ഈ ഗവൺമെന്റ് ഇപ്പോൾ രാജിവെച്ച് പോകണ്ടേ? ഒരു മിനിറ്റ് നിൽക്കാൻ വേണ്ടി കഴിയും. ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യരംഗത്ത് ഇതുപോലെ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഇപ്പോ ചരിത്രത്തിലേക്ക് വരാം. നമുക്ക് ഉറപ്പായും അടുത്ത ഘട്ടത്തിലെ ചരിത്രത്തിലേക്ക് നമ്മൾ വരും എന്ന് പറഞ്ഞാൽ, ഇത് ഈ 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാർ വരുമ്പോൾ മാത്രമാണോ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇത്രത്തോളം മെച്ചമുണ്ടാക്കിയത്? അതിനു മുമ്പ് നശിച്ച് നാരായണക്കല്ല് പിടിച്ച് കിടക്കായിരുന്നോ? അതിനു മുമ്പ് UP മോഡലായിരുന്നോ? അതിന് ഉത്തരേന്ത്യ മോഡൽ? നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് ഉറപ്പായും ചർച്ച ചെയ്യാം, നമുക്ക് കണക്ക് വെച്ച് ചർച്ച ചെയ്യാം.
പക്ഷെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് ഈ സമയം ഇതൊരു വൈകാരികത സമയമാണ്. ആ വൈകാരികതയ്ക്കൊപ്പം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ല ഞാൻ അങ്ങനെയൊക്കെ എത്താം. ബിന്ദുവിന്റെ ബിന്ദു ഞാൻ എഴുന്നേക്കാം വേണ്ടെന്ന് നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യം പറയാൻ നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുന്നേ. ഞാനിവിടെ വന്ന് വലിയ കയറിയതല്ല. അല്ല മാഷെ ഞാൻ വരാം. ഞാനിവിടെ നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണ്. മര്യാദ അല്ല മാഷെ മാസ്റ്റർ പ്രകാശം മാഷ് സംസാരിക്കുന്ന സമയം തരും. പ്രകാശം മാഷ് സംസാരിക്കുന്ന സമയം ഞാൻ തരും. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു മാഷെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ബിന്ദു എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീ അവരുടേതല്ലാത്ത കുറ്റത്തിന് സർക്കാർ അനാസ്ഥയുടെ ഭാഗമായി ശവശരീരമായി ഇത് ആംബുലൻസിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ആ സമയത്ത് കണക്ക് പറയേണ്ട സമയമാണെന്ന് മാഷ് ആലോചിക്കുന്നൊരു മാഷ് കണക്ക് പറഞ്ഞോ? ഞാൻ രണ്ടു വാക്ക് പറഞ്ഞിട്ട് പറയാം. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ മുട്ടൻ കളവ് പറഞ്ഞല്ലോ. നിങ്ങൾ മന്ത്രിമാർ കളവ് പറഞ്ഞു. മന്ത്രിയുടെ വാചകം എന്നെ മുമ്പിൽ വേണമെങ്കിൽ കേൾപ്പിക്കാൻ സമയമുണ്ടെങ്കിൽ അവർ പറഞ്ഞെന്താ? നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് പറഞ്ഞ അതേ വാചകം ഞാൻ പറയാം. മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായി ഇപ്പോൾ വിവരമില്ല, പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ പറഞ്ഞിരിക്കുന്നത്? മന്ത്രി മുട്ടൻ കള്ളം പറഞ്ഞു എന്നല്ലേ? പിന്നെ ഇവിടെ വി എൻ വാസവൻ പറഞ്ഞത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഒരൊറ്റ മന്ത്രി പറഞ്ഞില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. TCB അവിടെ JCB കൊണ്ടുള്ള പരിശോധന കഴിയട്ടെ, എന്നിട്ട് നോക്കാം. ഇത് പറഞ്ഞ ആരാ? മന്ത്രി വാസവനാണ്. അത് നിങ്ങൾ അവരുടെ വായില് നിങ്ങളുടെ പ്രസ്താവന കുത്തിക്കയറ്റുകയാണ്. ഇവിടെ കേരളത്തിനകത്ത് ഉള്ള ആരോഗ്യ രംഗത്തുള്ള വലിയ മുന്നേറ്റത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന സംഭവത്തൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും പരിശോധിക്കണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ രോഗികളെ കിടത്തിയിരിക്കുന്നു. താങ്കൾ ആദ്യഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാനിപ്പോൾ ഇടപെടാനുള്ള കാരണം ഈ മരിച്ച ബിന്ദുവിന്റെ ബന്ധുവുണ്ട്. അവർക്ക് നാളെ സംസ്കാര ക്രിയയുടെ ചടങ്ങിനായി പോകേണ്ടത് തിരക്കിലാണെന്ന് പോകണം. അദ്ദേഹം ഈ പറയുന്ന നാളത്തെ സംസ്കാരത്തിലുള്ള പൂജാ സാമഗ്രികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന അവസ്ഥയാണ്. എനിക്ക് അല്പസമയം തരും പക്ഷേ അദ്ദേഹത്തിന് പോകണം. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യത്വം കാണിക്കണമല്ലോ അവരോട്. അതുകൊണ്ടാണ് ശ്രീ വിനോദ്, ഞാൻ അങ്ങനെയൊക്കെ എത്തും. ഞാൻ അങ്ങനെ ഉറപ്പായും എത്തും. ശ്രീ വിനോദ് നിങ്ങൾ ഇനി ഒരു 5-6 ദിവസം ചർച്ച നടത്തുമല്ലോ. എല്ലാ ആശ്മി നിങ്ങൾ ഇനി ഒരു 5-6 ദിവസം ഇത് തന്നെയല്ലേ ചർച്ച ചെയ്യുക? നിങ്ങൾ അറിയുന്നവർക്ക് എല്ലാം അറിയാലോ. ഹാഷ്മിയുടെ അടുത്ത ഇപ്പോൾ 4 ദിവസമല്ലേ ചർച്ച. ഇതിനിടയിൽ വന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചർച്ചയല്ല. ഇന്നിപ്പോൾ ഒരു പുതിയ കാര്യം വീണ് കിട്ടി, ഇന്ന് ചർച്ച. ഇനി ഒരു 6 ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അന്നേരം വിളിച്ചപ്പോഴായിരുന്നു അവരെ തിരക്കുള്ളവരെ. നിങ്ങൾക്ക് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരെ മാത്രം വിളിക്കുക, അത് ചർച്ചയല്ല. ഇക്കാര്യങ്ങൾ സത്യസിപ്പോൾ ഉണ്ടായ കാര്യം അന്വേഷിക്കണം. എന്തെങ്കിലും കുറ്റം ആരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കണം. അല്ലെങ്കിൽ ഞങ്ങളതിനല്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം വീണ് കിട്ടിയാൽ ഏതോ കിട്ടിപ്പോയി, ഒരാളുടെ ശവം കിട്ടിപ്പോയി, ഇത് യഥാർത്ഥത്തിൽ കുറുനരിയുടെ മനോഭാവമാണ് നിങ്ങൾ കാണിക്കുന്ന. അതാണ് ഉണ്ടായ സംഭവം. ഇപ്പോൾ അവിടെ രോഗികളെ കിടത്തുന്നു, പറയാൻ കഴിയും അങ്ങനെ? ശുചിമുറിയിലാളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവിടെ രോഗികളെ കിടത്തുന്നു, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവർ വെള്ളം ഉപയോഗിച്ചു. മുട്ടൻ കളവില്ലേ ഇത്? വസ്തുവുമായിട്ട് വല്ല ബന്ധമുണ്ടെന്നില്ലേ? ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് എന്തെങ്കിലും പറയരുത്. നിങ്ങൾ മാധ്യമപ്രവർത്തകനാണ്, നിങ്ങൾ പ്രതിപക്ഷക്കാരനൊന്നുമല്ല. അതിൽ പറയുന്ന കോൺഗ്രസിന് ആൾ പറയട്ടെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമധർമ്മമല്ല. ഈ കേരളത്തിൽ ആരോഗ്യരംഗത്തുള്ള സകല മുന്നേറ്റത്തെയും തമസ്കരിച്ച് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ സ്വകാര്യ സ്ഥാപനമാണ് മികവ് എന്ന് സ്ഥാപിക്കാനാണ്. ഈ കേരളത്തിൽ കഴിഞ്ഞ 9 കൊല്ലക്കാലം ഉണ്ടായിട്ടുള്ള ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തെ ആകെ തന്നെ ഇല്ലെന്ന് വരുത്തി നിങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ താരടിക്കാൻ വേണ്ടി ശ്രമിക്കാൻ നിങ്ങൾക്ക് അതേ ഉദ്ദേശമുള്ളൂ. അതിന് വീണ് കിട്ടിയ ഒരു സംഭവമാണ് ഇന്നത്തെ സംഭവം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇനി വ്യക്തിപരമായി എന്റെ ക്രെഡിബിലിറ്റി, വ്യക്തിപരമായി എന്നെ പർസിക്കലൊക്കെ പറഞ്ഞോളൂ. പക്ഷെ മാഷ് ചോദിക്കണോ എന്തിനാണ് മരിച്ച ഒരാളുടെ ബന്ധുവിനെ കൊണ്ട് അതിഥിയായിട്ടിരിക്കുന്നത് എന്ന് മാഷ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് പറയാനുണ്ട്. പക്ഷേ അവിടെ ആരോ വിവരം കിട്ടിയാണ് JCB വന്നത് അല്ലല്ലോ. അവിടെ ആദ്യം വന്ന ഉടനെ തന്നെ അഗ്നിശമന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വാസവ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ആളുകളുണ്ട്? ഈ സ്റ്റാഫ് മതിയോ? മറ്റാളുകൾ വേണോ? എങ്ങനെയാണ് അങ്ങോട്ടേക്ക് കടക്കുക? ഇതെല്ലാം മന്ത്രി വാസവ സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അതെല്ലാം മറച്ചു നോക്കില്ലേ? എന്തിനാ? ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. 2 മന്ത്രിമാർ വന്നിട്ട് കാര്യമൊന്നും ചെയ്തിട്ടില്ല. ഇത് സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ നിങ്ങൾ ഇതൊരു മാന്യമായ മാധ്യമപ്രവർത്തനമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സംഭവം ദുഃഖകരമാണ്. അവരുടെ അങ്ങയുടെ മാധ്യമ ക്ലാസ്സിന് താങ്ക് യു സാറേ. മാഷെ അങ്ങയുടെ അങ്ങയുടെ മാധ്യമ ക്ലാസ്സിന് താങ്ക് യു. പക്ഷെ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. അങ്ങ് പറഞ്ഞു. അങ്ങ് പറഞ്ഞു. ഞാൻ ആരോഗ്യ മേഖലകത്ത് കുളം തോണ്ടിയിട്ടുള്ള UDF-നെ ന്യായീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞ നടത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ഓക്കെ, താങ്ക് യു. അങ്ങയുടെ ശരി നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. നമുക്ക് അങ്ങയുടെ മാധ്യമ ക്ലാസ്സിന് നന്ദി. മാഷേ, ഞാനിവിടെ എൻ്റെ മാധ്യമ പ്രവർത്തനത്തെ പറ്റി അങ്ങ് ഭർസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ BJP-കാരനാണ് എന്നങ്ങ് പറയുകയാണെങ്കിൽ മാഷോട് എനിക്ക് മറുപടിയില്ല. പക്ഷേ ഇത് കേരളം കാണുന്നുണ്ട്. കേരളം കാണുന്നത് ഈ പറയുന്ന രീതിയിൽ ഒട്ടുമൊഴിയാത്തൊരു കെട്ടിടത്തിൽ അവിടെ രോഗികൾക്കടുത്ത് ചികിത്സിക്കപ്പെടുകയും ഇവിടെ ഒരു ചെറിയ ഇടമുണ്ടെങ്കിൽ അവിടെ പാവിരിച്ചു കിടക്കുന്ന രോഗികളുള്ള സർക്കാർ ആശുപത്രിയിലുള്ള നാട്ടിൽ അവിടെ ഈ പറയുന്ന
ടോയ്ലറ്റ് ബ്ലോക്കിൽ വെള്ളവും വെളിച്ചവും ഉണ്ടെങ്കിൽ അവിടെ പോയി ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുളിക്കുമെന്നും ഒക്കെ അറിയാവുന്ന ഒരു നാട്ടിൽ അവിടെ പോയി ആളുകൾ എന്താണ് അത്രമാത്രമേ ഒരു മരണേ ഉണ്ടായുള്ളൂ എന്ന ആശ്വാസം മാത്രമേ എന്നെ ഭരിക്കുന്നുള്ളൂ. അത് ബാക്കി എല്ലാത്തിനും അപ്പുറം. ശ്രീ വിനോദ്, താങ്കൾ ഈ പറയുന്ന നാളത്തെ സംസ്കാര ചടങ്ങിനുള്ള പൂജാ സാമഗ്രികളൊക്കെ വാങ്ങാൻ ഉള്ള തിരക്കിലായിരുന്നു എന്ന് എനിക്കറിയാം. ആ വീടിന്റെ ഒരു വികാരം എന്താണ് ശ്രീ വിനോദ്? പ്രായമായ ഒരു അമ്മയും ബിന്ദു ചേച്ചിക്ക് എൻ്റെ വല്യച്ഛൻ്റെ മകളാണ്. ബിന്ദു ചേച്ചിക്ക് 2 മക്കളുമാണുള്ളത്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി അമ്മയ്ക്കാണേലും നല്ല പ്രായമുണ്ട്. പിന്നെ ഭർത്താവിനാണേലും കൂലിപ്പണിയാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. അവർ ഇവിടുത്തെ ടൗണിലൊരു കടയിൽ സെയിൽസുകളായിട്ട് പോവുകയാണ്. തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അതിനിടയിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഇത് അവിടെ ഈ ബിന്ദുവിനെ കാണാനില്ല എന്ന വിവരം വീട്ടുകാർക്ക് അറിയുന്നത് എപ്പോഴാണ് ശ്രീ വിനോദ്? അവിടെ ഞാനറിയുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു എന്നെ ഒരാള്. എപ്പോഴും നമ്മളത് കൃത്യമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇങ്ങനൊരു തലവലപ്പറമ്പിലൊരു ബിന്ദു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇങ്ങനെ കെട്ടിടത്തിനടിയിൽ പെട്ടു എന്നിങ്ങനെ അറിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞാണ് ആളിതാന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കുടുംബത്തിന്റെ ആകെ ശ്രീ വിനോദ്, അങ്ങേയറ്റം ദയനീയമായ ഒരു സാഹചര്യം. അതെ, അതും സർക്കാർ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ആ കുടുംബത്തിന്റെ ആകെ അത്താണിയാണ്. ഈ പറയുന്ന കൂട്ടിരിക്കാനായി വന്നതാണ്. ഒരു ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ കുളിക്കാൻ പോകുമ്പോൾ കെട്ടിടം തകർന്നും മരിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ദയനീയമാണ്. ഞാൻ അങ്ങ് പൊക്കോളൂ, അങ്ങ് തിരക്കിലാണ് എന്നിട്ട് ഞാൻ ആദ്യം താങ്കളിലേക്ക് വരണമെന്ന് കരുതി താങ്കൾ തിരക്കിലായി പോട്ടു. അങ്ങ് പൊക്കോളൂ. ഇപ്പോൾ തിരക്കിനിടയിൽ അല്പസമയം സംസാരിച്ച് താങ്ക് യു വിനോദ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് കെട്ടിടം അപ്പുറത്തുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന കെട്ടിടം ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഒഴിച്ചിട്ട കെട്ടിടത്തിലേക്ക് എങ്ങനെ ആളുകൾ പ്രവേശിക്കുന്നു എന്ന കാര്യമൊക്കെ ഇനി കർശനമായി പരിശോധിക്കാൻ പോകുന്നു പറയുന്നുണ്ട്. കളക്ടർ ഇടപെടാൻ പോകുന്നു. അതിനിടയിൽ മന്ത്രി വീണ ജോർജിനെ ദേഹാശ്വാസത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്തെന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ ഇവിടെ ഒരു ഹാരിസ് ഹസൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ വന്നു നിന്ന് എനിക്ക് എൻ്റെ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാൻ എനിക്ക് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുകയും തൊട്ട് പിറ്റേ ദിവസം തന്നെ ഈ പറയുന്ന ഫ്ലൈറ്റിൽ ഉപകരണങ്ങൾ എത്തുകയും ആ ശസ്ത്രക്രിയകൾ നടക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കേരളം കണ്ടു. ഞാൻ അവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഏതോ ഒരു പാവം ഒരു നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം വളരെ സജീവമായി നടക്കുന്നുവെന്നും അവിടെ രോഗികൾ ഉണ്ടായിരുന്നുവെന്നും അവിടെ കിടത്തി രോഗികളെ ചികിത്സിക്കുന്നുണ്ടെന്നും അവിടെ മുകളിൽ കോൺക്രീറ്റ് വാൾ ഇളകി വീഴുന്ന കാര്യം ഈ നഴ്സുമാർ തന്നെ പലയാവർത്തി മുകളിലേക്ക് പറഞ്ഞിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു അവിടുത്തെ നഴ്സുമാരൊക്കെ വഴി. ജ്യോതികുമാർ ചാമക്കാല, നേരത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞ സിസ്റ്റത്തിന്റെ പിഴവ് ഇവിടെ പ്രശ്നമായിട്ടുണ്ടോ? ഹാഷ്മി, ഇവിടെ നമ്മൾ ഈ ചർച്ച ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായും തൊട്ടപ്പുറത്തെ നിങ്ങളുടെ തന്നെ വിൻഡോയിൽ കാണിച്ചുകൊണ്ടിരുന്നത് ആ പ്രിയപ്പെട്ട സഹോദരി അവരുടേതല്ലാത്ത കുറ്റത്തിന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ബിന്ദുവിന്റെ മൃതദേഹം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റുന്നതാണ്. ആ ചർച്ച നടക്കുമ്പോൾ ഇതിനകത്തുണ്ടായ വീഴ്ചയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ആദ്യം പറയുന്നത് 2016 മുമ്പ് ഈ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിനെ കുറിച്ചും UDF സർക്കാരിനെ കുറിച്ചും പറയാനാണ് അദ്ദേഹത്തിന് ഏറെ താല്പര്യം. ഇത്രയും ഭയാനകമായ ഭീകരമായ നെഞ്ചു പിളർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് CPM-കാരൻ്റെയൊക്കെ മനസ്സ് അങ്ങനെയാണെന്നേ. ഇവരെയൊക്കെ തിരച്ചിവാലിനടിക്കേണ്ടതാണ്. ഇവരെയൊക്കെ ചൂലെടുത്ത് ചാണകത്തിൽ മുക്കി അടിക്കേണ്ടതാണ്. ഈ സാഹചര്യത്തിലും ഇങ്ങനെ കണക്കുമായി പണ്ട് 10 വർഷം മുമ്പുള്ള 9.5 വർഷം മുമ്പുള്ള കണക്കുമായിട്ടൊക്കെ വരാനുള്ള മനക്കട്ടിയുണ്ടല്ലോ. ഒരു മൃതദേഹം അപ്പുറത്ത് ഇതേ വിൻഡോയിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തോന്നിവാസവും കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ പ്രതിനിധി. ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മേക്കിട്ട് കയറാൻ വരിക, നിങ്ങൾ UDF-നെ അനുകൂലിക്കല്ലേ, നിങ്ങളുടെ മാധ്യമപ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ. ഇവിടെ ഉത്തരം പറയേണ്ടത് സർക്കാരാണെന്നേ. ഇന്ന് രാവിലെ നമ്മളെല്ലാവരും ഓരോ ചാനലുകളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ കേരള സർവകലാശാലയുടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിങ്ങൾ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് വരുന്നത്. വലിയ അപകടങ്ങൾ ഉണ്ടാകരുതേ എന്ന് കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ ആളുകൾ ആശിച്ചു. ഉടൻ തന്നെ അവിടെ കോട്ടയത്തുണ്ടായിരുന്ന 2 മന്ത്രിമാർ ഓടിയെത്തി. ആദ്യം വാസവനും തൊട്ടുപുറകെ ആരോഗ്യമന്ത്രിയും. വാസവനും ആരോഗ്യമന്ത്രിയും അസന്ദിഗ്ധമായി പറഞ്ഞു ഇവിടെ 2 പേർക്കാണ് ചെറിയ പരിക്കുണ്ടായിട്ടുള്ളത്. നമ്മളെല്ലാം കേട്ടതല്ലേ.
വളരെ ചെറിയ പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. അവരെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആരും ഇതിൽ പെട്ടിട്ടില്ല. എല്ലാം ശാന്തമാണ്, എല്ലാം ഭദ്രമാണ് എന്ന് ആദ്യം മന്ത്രി പറയുന്നു, വാസവൻ പറയുന്നു. തൊട്ടുപിറകെ വീണ ജോർജും വന്ന് ഇതേ കാര്യങ്ങൾ ഉരുവിടുന്നു. നമ്മളൊക്കെ കണ്ടതല്ലേ. അപ്പോൾ 10 മണി കഴിഞ്ഞപ്പോൾ 10:30 മുമ്പ് തന്നെ ഈ സംഭവം ഉണ്ടായിട്ട് 12:30 മണി വരെ നോക്കൂ. ആ കുട്ടി പിന്നെ നവമി എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടി പറയുന്നു, ഇവിടെ വലിയ ഒച്ചയോടുകൂടി കെട്ടിടം പൊളിഞ്ഞു വീണിരിക്കുന്നു. എന്റെ അമ്മയെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല. എന്റെ ബൈസ്റ്റാൻഡർ ആയിരുന്നു. ഒന്ന് അന്വേഷിക്കണമെന്ന് ശ്രീ ചാണ്ടി ഉമ്മൻ MLA-യോടും നവമിയുടെ തന്നെ ബന്ധുക്കളോടും വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി അവരുടെ ഇടപെടലിനെ തുടർന്നാണ് ഇങ്ങനെ ഒരാളെ കാണാനില്ല എന്ന വിവരം പോലും അന്വേഷിക്കാൻ പോലും തയ്യാറാകുന്നത്. തുടർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. 2 മണിക്കൂറിലധികം കഴിഞ്ഞ് തെരച്ചിൽ നടന്നിരിക്കുന്നു. ഈ മന്ത്രിമാർ രണ്ടുപേരും ആ പൊളിഞ്ഞു വീണ കെട്ടിടത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ ഘോര സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇത് പൊളിച്ചു കളയാൻ നിർത്തിയിരുന്ന കെട്ടിടമാണ്, ഇതിൽ ആർക്കും പിന്നെ എൻട്രി ഉണ്ടായിരുന്നില്ല, ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ കെട്ടിടത്തിന്റെ സ്ലാബുകൾക്കടിയിൽ നിന്ന് ദീനരോധനമായിരുന്നു നടന്നുകൊണ്ടിരുന്ന നമ്മളാരും കേട്ടിരുന്നില്ല. അപ്പൊ ആ യുവതി, ആ ചെറുപ്പക്കാരി, ഈ ബിന്ദു മരണപ്പെടുമ്പോ പോലും അതിന് തൊട്ടു കാൽക്കൽ നിന്നുകൊണ്ട് ഇത്ര ഘോരം സംസാരിച്ച മന്ത്രിമാർ, അവർക്ക് വീഴ്ച പറ്റിയിട്ട് പോലും അവരുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രം ഈ പറയുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ കഴിയാതിരുന്നിട്ട് പോലും അതിനെ ന്യായീകരിക്കാനും വെള്ളപൂശാനും ഇറങ്ങിയിരിക്കുന്ന ഈ CPM-കാരനെയൊക്കെ ഉണ്ടല്ലോ, ഇവനെയൊക്കെ തെരച്ചുവാലിനടിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചാണകത്തിൽ ചൂലുമുക്കി അടിക്കണം. ഇപ്പോഴും വന്നിരിക്കുക ഒരു ഉളുപ്പുമില്ലാതെ. നാണം വേണ്ടേ, മാനം വേണ്ടേ, അഭിമാനം വേണ്ടേ? എന്നിട്ട് മന്ത്രിയുടെ സംസാരം സംസാരം പറയാതിരിക്കാൻ നിർവാഹമില്ല. വ്യക്തിപരമല്ല. മന്ത്രി പറഞ്ഞില്ലേ ഓരോരുത്തരുടെ ഇടപെടൽ എങ്ങനെയാ, CPM-ന്റെ നേതാക്കന്മാരുടെ ഇടപെടൽ. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, ചോദിക്കാതിരിക്കാൻ കഴിയുമോ? താങ്കൾ പറഞ്ഞല്ലോ ഈ ഹാരിസ് റിയാസിനെ പിന്നെ ചിറക്കലിനെ കുറിച്ച്. ഹാരിസ് ചിറക്കൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ബോധ്യപ്പെട്ടിരിക്കുമ്പോഴും 2 ദിവസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനെ ചെളിവാരി എറിയാൻ, ഇല്ലായ്മ ചെയ്യാൻ ഹാരിസിന്റെ പ്രസ്താവന ഉപയോഗപ്പെട്ടു. മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ കയ്യിലെ ഒരു വടിയായി മാറിയിരിക്കുന്നു. 4 ദിവസം കഴിയുമ്പോ ഈ പറയുന്ന നവമിക്കെതിരെ ഇതേ മുഖ്യമന്ത്രി ആവർത്തിക്കില്ല ഇത്. എന്റെ അമ്മയെ കാണാനില്ല, എന്റെ അമ്മയെ നഷ്ടപ്പെട്ടോ എനിക്ക് സംശയമുണ്ട്, അപകടത്തിൽപ്പെട്ടോ എനിക്ക് സംശയമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഈ സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിന് ഇത്രയും ചീത്തപ്പേരുണ്ടായത്. അത് ഇടതുപക്ഷ പിന്നെ പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് ഒരു ആയുധം നൽകിയത് എന്ന് നാളെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ഏറ്റു പറയാൻ സംസ്ഥാനത്തെ CPM സംസ്ഥാന സെക്രട്ടറി ക്യൂ നിൽക്കില്ലേ? നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം. ശരി, ചാമക്കാല ഞാനെത്താം. ഇവിടെ കേരളത്തിന്റെ ആരോഗ്യ ഇപ്പൊ രാജ്യത്തിന്റെ പല മേഖലകളിൽ പോയ ആളെന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ ആരോഗ്യരംഗം രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ 1ാം നമ്പറാണെന്ന ഒരു നോ ഡൗട്ട്, ഒരു തർക്കവുമില്ല. പക്ഷെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഡോക്ടർക്ക് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ തന്നെ മകന്റെ പ്രായമുള്ള ഒരാളുടെ മുഖത്ത് നോക്കി ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് പറയാൻ വേദന തോന്നുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ മൂത്രത്തിക്കല്ലുമായി കൊടിയ വേദന അനുഭവിച്ച് ശസ്ത്രക്രിയ അടിയന്തരമായി നടത്താൻ കഴിയാത്ത എല്ലാ വാതിലും മുട്ടി പരാജയപ്പെട്ട് ദയനീയമായി നടന്ന് ചെരുപ്പ് തേഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് വൈകാരികമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന നല്ല കാര്യത്തിനാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും, പരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിനെ ഈ പറഞ്ഞ ശത്രുക്കളുടെ കയ്യിൽ വടികൊടുത്തു. ആരാണ് ശത്രുക്കൾ? കേരളത്തിലെ ശത്രുക്കൾ ആരാണ്? എന്താണ് ഈ ആരോഗ്യരംഗം ഒന്നാകെ മുടിഞ്ഞു പോകണം എന്നാഗ്രഹിക്കുന്ന ആരാണ് എന്ന സമീപനം. ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴേക്കും അതിനൊരു ന്യായീകരണം. CNMമാരോട് ഇനിയെങ്കിലും ഏതൊക്കെ മെഡിക്കൽ കോളേജുകൾ ഇത്തരത്തിൽ പൊളിഞ്ഞു വീഴാറായ കെട്ടിടമുണ്ട് എന്ന് ഓടിച്ചു നടക്കണ്ടേ? ഇനിയെങ്കിലും ഇതുപോലൊരു ദയനീയ സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടി ഉണ്ടാവണ്ടേ? ന്യായീകരണങ്ങൾക്കപ്പുറം CNMമാരോട്. ഹാഷ്മി, തീർച്ചയായിട്ടും വിമർശനങ്ങൾ എന്തോ ഒരു കുറ്റപ്പെടുത്തലാണെന്നും പ്രതിച്ഛായ തറക്കാനുള്ള ഒരു അടവാണ് എന്നെല്ലാം പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. വിമർശനങ്ങൾ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യമേഖലയിൽ ഇരിക്കുന്ന പ്രവർത്തകർ അതിനെക്കുറിച്ചൊരു വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് മെച്ചപ്പെടുത്താൽ മാത്രമേ സമൂഹത്തിന് മൊത്തത്തിൽ ഗുണം കിട്ടുകയുള്ളൂ. അത് മെച്ചപ്പെട്ടാൽ സർക്കാരിനും ഗുണം തന്നെയാണ്. അപ്പോൾ അതാണ് സർക്കാരും മനസ്സിലാക്കേണ്ടത്. തെറ്റുകളും കുറ്റങ്ങളും എല്ലാം നമ്മൾ പറയുമ്പോൾ അത് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ളത് തുടക്കത്തിൽ ഫസ്റ്റ് റിയാക്ഷൻ എപ്പോഴും ഇവിടെ ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരു റിയാക്ഷനാണ്. അത് ശരിയല്ല എന്നല്ല അഭിപ്രായം. ഈ പറയുന്നതെല്ലാം ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ സിസ്റ്റത്തിൻ്റെ തകരാറുണ്ട്, ഞങ്ങളത് പരിഹരിക്കും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചിന് പകരം വളരെ നെഗറ്റീവായിട്ട് കുറ്റപ്പെടുത്തുന്ന അപ്രോച്ചാണ് കുറേ വർഷങ്ങളായിട്ടുള്ളത്. ഞാൻ പണ്ട് കോവിഡിൻ്റെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ട് പറയുമ്പോൾ എല്ലാം തന്നെ നമ്മളൊരു സംസ്ഥാന ദ്രോഹിയാണെന്നോ അല്ലെങ്കിൽ പ്രതിച്ഛായ തകർക്കാൻ നടക്കുന്ന ആളുകളാണെന്ന രീതിയിലാണ് പലപ്പോഴും നമുക്കെതിരെ വിമർശനങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെ വിമർശനങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആരും കാര്യങ്ങൾ പുറത്തു പറയാൻ മടിക്കും. അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് പുറത്ത് പറയുന്നത്, എനിക്ക് വല്ല ദോഷം വന്നാലോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പുറത്ത് പറയില്ല. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്
കുറച്ച് സാവകാശമോ അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ശരി, എന്തൊക്കെ സംഭവിച്ചു നമുക്കറിയില്ല, നമ്മൾ നോക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ഇല്ല എല്ലാം ഓക്കെയാണ് എന്നുള്ള റിയാക്ഷനാണ് ഫസ്റ്റ് എല്ലാവരുടെ ഭാഗത്തും വരുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഈ ഹെൽത്ത് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ശരിയാണ്, നമുക്കറിയാം വർഷങ്ങളായിട്ട് കേരളം ഈ ഹെൽത്തിൻ്റെ ഒരുവിധ എല്ലാ ഇൻഡിസസിലും നമ്പർ 1 തന്നെയാണ്. വർഷങ്ങളായിട്ട് മുമ്പിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ടും നല്ല തരക്കേടില്ലാത്ത പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കേരളം വീണ്ടും മുന്നിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനിയും ഉള്ള ഒരു പ്രശ്നങ്ങളും പുറത്തേക്ക് പറയാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടെടുക്കുന്നത് ശരിയല്ല. ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജുകളായാലും ആരോഗ്യ കേന്ദ്രങ്ങളിലായാലും ഒക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജിലും ഉണ്ട്. അതെല്ലാം പുറത്ത് പറയുമ്പോഴും അതിനെ വിമർശിക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മളെല്ലാം ചെയ്യുന്നത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതിനെ പരിഹരിക്കുക. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതിപക്ഷമല്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതിപക്ഷമല്ല. ഡോക്ടർ ഹാരിസ് ഹസൻ പറയുന്നു ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണെന്ന് പറയുന്നു. സ്വരാജ് ഇപ്പൊ ചട്ടം എന്താണ്, സർവീസ് ചട്ടലംഘനത്തെ പറ്റി നടത്തിയെന്നാണ് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വരാജിന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ ഇടുന്നുണ്ട്. അങ്ങനെ അത് ചട്ടലംഘനം ആവില്ലേ? അങ്ങനെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണെന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ് ഹസൻ പറയുമ്പോൾ പോലും അത് ഈ ആരോഗ്യരംഗത്ത് എന്തോ പ്രതിപക്ഷത്തിനോ ഏതോ ശത്രുക്കൾക്ക് വടി കൊടുത്ത കാര്യം ഒക്കെ പറയുകയാണ്. ശ്യാംപ്രകാശൻ ഇവിടെ ഡോക്ടർ ഹാരിസ് ഹസനെ പോലെ ഇടതുപക്ഷ അനുഭാവി പോലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന് വടികൊടുക്കലാണ് എന്ന് മുഖ്യമന്ത്രി പറയും. പിന്നെ GRN അടക്കമുള്ള എന്തൊക്കെയാണെന്നേ പറയുന്നത്. മന്ത്രിമാർ നിരന്ന് ഡോക്ടർ ഹാരിസ് ഹസനെ പറയും. ഉറപ്പാണ് അദ്ദേഹത്തിന്റെ വഴി പുറത്തേക്കാണ്. അദ്ദേഹത്തിന്റെ വഴി പുറത്തേക്ക് പോയാൽ അദ്ദേഹത്തെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ടുപോകാൻ അവിടെ സ്വകാര്യ ആശുപത്രി ഉറപ്പുണ്ട്. ഹാരിസ് ഹസൻ അരി വാങ്ങാൻ പണമില്ലാതെ പട്ടിണി നടക്കില്ല. ഇനി ആ ജോലിക്ക് പോയില്ലെങ്കിൽ എന്താ, ഹാരിസ് ഹസൻ ഒരു ബൈക്കിൽ ഒരു ഹെൽമെറ്റും വെച്ച് ഈ മഴയത്തും വെയിലത്തും ഒരു സ്കൂട്ടറിൽ പോകുന്ന ആളാണ് ഹാരിസ് ഹസൻ. ഹാരിസ് ഹസൻ എത്ര രൂപ വേണം ജീവിക്കാൻ? പോട്ടെ, അദ്ദേഹത്തെ പുറത്താക്കിയാൽ നഷ്ടം പാവപ്പെട്ട രോഗികൾക്ക്. രണ്ടാമത് ശ്രീ എം പ്രകാശ മാഷ്, ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ആ 1-ാം നമ്പർ ആരോഗ്യ കേരളം എന്ന സൽപ്പേരിനെ കളങ്കപ്പെടുത്താൻ എല്ലാവരും കൂടെ ആയുധമെടുത്ത് വരുന്നേ എന്ന് വിമർശനം ഉന്നയിക്കുക. പറഞ്ഞാൽ ഹാഷ്മി BJP കാരനാണ് എന്ന മാധ്യമ വിമർശനം പറയുക. ഇനി ആരോഗ്യമന്ത്രി വല്ലതും പറഞ്ഞാലോ അങ്ങേയറ്റം വ്യക്തിപരമായി എടുക്കുക, അസൂയാണെന്ന് പറയുക, അവർക്ക് മാത്രം ഇഷ്ടമുള്ള ആൾക്കാരെ വിളിച്ച് ബൈറ്റ് കൊടുക്കുക. ഇതൊക്കെ എന്ത് നെഗറ്റീവ് അപ്രോച്ചാണ് ശ്രീ എം പ്രകാശൻ? ആതുര മേഖല ആകെ തകർന്നു കിടക്കുന്നു എന്ന് സ്ഥാപിക്കാനാണല്ലോ നിങ്ങളുടെ ശ്രമം. അതിനുവേണ്ടിയാണല്ലോ ഈ വിഷയം സംബന്ധിച്ച് വീണ്ടും ചർച്ച നടക്കുന്നത്. ആരോഗ്യരംഗത്തെ ആകെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ മാത്രം വസ്തുതകളില്ല എന്നേ ഞാൻ പറഞ്ഞ അർത്ഥമുള്ളൂ. 2016 ഇപ്പോൾ UDF-നെ പറ്റി പറഞ്ഞുകൂടെ, നേരത്തെ ഗവൺമെൻറ് UDF ആണല്ലോ. 2016 1,00,000 പേർക്ക് മാത്രം സൗജന്യ ചികിത്സ കൊടുത്ത സ്ഥലത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാനം ആകുമ്പോഴേക്ക് അത് 2.5 ലക്ഷമായി. ഇപ്പോൾ അത് 6.5 ലക്ഷമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഏറെ പേർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയത്. അത് കേരളത്തിലെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച കാര്യമാണ്. അത് ഒന്നും കാണാതെ ആതുരാലയങ്ങളാകെ തകർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നില ഉണ്ടാക്കുന്നത് സത്യസന്ധമല്ല, അത് ന്യായമല്ല, അതിന് ഉദ്ദേശം വേറെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന 3 കളവുകൾ ഞാൻ ആവർത്തിക്കുന്നു. ഒന്ന്, ഏതെങ്കിലും മന്ത്രി ഇതിനകത്ത് ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് തെളിയിച്ചു തന്നാൽ, അവരെല്ലാം വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. ഏതെങ്കിലും മന്ത്രി ഇനി ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തെളിയിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. അവർ പറഞ്ഞ വസ്തുക്കൾ ഞാൻ പറഞ്ഞു. മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായിട്ട് ഇപ്പോൾ വിവരമില്ല. പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ്. JCB കൊണ്ടുള്ള പരിശോധന കഴിയട്ടെ, അപ്പോൾ നോക്കാം ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. ആ പറഞ്ഞ് നിങ്ങളെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞതുകൊണ്ട് അവിടെ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും നടന്നില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ആരെങ്കിലും വിവരം കൊടുത്തതിന് ശേഷമല്ല അവിടെ അഗ്നിശമന സേന എത്തിയത്. മന്ത്രി വാസവന് വരുന്നതിന് മുമ്പേ അവിടെ അഗ്നിശമന സേനയുണ്ട്, JCB എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അങ്ങോട്ട് കടക്കാൻ മാർഗമില്ല. കാരണം പഴയ കെട്ടിടമാണ്, അങ്ങോട്ടേക്ക് കടക്കാൻ വേറെ വഴി. കോട്ടയം മെഡിക്കൽ കോളേജ് DME മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പ്രധാന വിവരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഉടനെ മാറ്റിയായിരുന്നു. ഈ ഒരു പറഞ്ഞ പേഷ്യൻ്റ് ഇതിൻ്റെ അകത്തായിരുന്നു. പേഷ്യൻ്റ് എല്ലാവരും ഒരു ബൈസ്റ്റാൻഡർ ആയിരുന്നു. ഈ 2 പില്ലേഴ്സിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ ഒരുപാട് റൂബിൾസ് അതിൻ്റെ മേളിലുണ്ടായിരുന്നു. അപ്പോൾ JCB ഒരു ഏകദേശം 11:30 കഴിഞ്ഞ ഉടനെ എത്തിയായിരുന്നു. 2 JCB വന്നായിരുന്നു. ആ JCB റൂബിളൊക്കെ മാറ്റിയ ശേഷമാണ് ഈ പില്ലറിൻ്റെ ഇടയിൽ നിന്ന് ഇവർ അകപ്പെട്ടിരുന്നത് അവരെ മാറ്റുകയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത്രയാണ് രാവിലത്തെ കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് എല്ലാം 2 മന്ത്രിമാരും നേതൃത്വം വഹിച്ചായിരുന്നു.
അപ്പോൾ അവിടെ ഒരു ആൾ കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും അവിടെ നിന്ന് മാറിയതും. രക്ഷാപ്രവർത്തനത്തിന് ഫുള്ളായിട്ട് സപ്പോർട്ട് എൻറ്റയർ ടീം, ഫയർ ഫൈറ്റിംഗ് ഉൾപ്പെടെ, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ, ഇവിടുത്തെ പ്രവർത്തകരുൾപ്പെടെ എല്ലാവരും അതിൻ്റെ പിറകിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ഏകദേശം 120 പേഷ്യൻ്റ് ആ 2 ഫ്ലോറിലുള്ള പേഷ്യൻസിനെ മാറ്റിയായിരുന്നു. 330 പേഷ്യൻസാണ് ഇപ്പോൾ മൊത്തത്തിൽ ഈ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുള്ളത്. അറിയേണ്ട ഒരു കാര്യം, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതിലൊരു വിശദീകരണം ഒന്ന് നൽകാം. സൂപ്രണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. സാർ, നമ്മൾ ഈ 2 ഫ്ലോറിലെ, അതായത് 3 ഫ്ലോറിലെ 2 ഫ്ലോറാണ് അടച്ചിരുന്നത്. അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ 2 ഫ്ലോർ? ഞാനത് പൂർണ്ണമായിട്ടൊന്ന് വിശദീകരിക്കാം ആദ്യമായിട്ട്. അതായത് 2013 തന്നെ പല ഭാഗങ്ങളിൽ ഇടിഞ്ഞു വീഴുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റുകളൊക്കെയുള്ള ഇത് വെച്ചിട്ട് PWD വഴി അതിനെക്കുറിച്ച് പല സ്റ്റഡികൾ നടത്തിയുണ്ടായി. അപ്പോൾ അതിനുശേഷം 2016 വീണ്ടും ഇതിന് പ്രോബ്ലം ഉണ്ടെന്നുള്ള ലെറ്റർ വന്നപ്പോൾ 2016 ഞാനന്ന് സൂപ്രണ്ടായിട്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് തന്നെ അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്ന് വാസവൻ സാറും ഞങ്ങൾ അവിടെ തന്നെ മിനിസ്റ്ററുടെ ചേംബറിലൊരു വിശദമായ മീറ്റിംഗ് നടത്തിയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് PWD അത് വിശദമായിട്ട് പഠിക്കാൻ ആവശ്യപ്പെടുകയും അവർ പിന്നീട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് അത് ഉപയോഗയോഗ്യമാക്കാൻ പറ്റുമോ അതോ ഇടിച്ചു കളയേണ്ടതാണോ എന്ന് വിശദമായ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കഴിഞ്ഞ് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ 2 വിഭാഗക്കാരുടെ പഠനം കഴിഞ്ഞപ്പോഴും ഒരു കൃത്യമായ ഒരു നിർദ്ദേശം അതിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഒരു സ്ട്രക്ചറൽ ലാബിന് ഇതിനുവേണ്ടി സെപ്പറേറ്റുള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയും അവർ വിശദമായി പഠനം നടത്തി കഴിഞ്ഞ് 2024 അവസാനത്തോടു കൂടിയാണ് നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത്. ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആ എൻറ്റയർ ബ്ലോക്ക്, EFG ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 11-ാം വാർഡ്, 12-ാം വാർഡ്, 13, 14, 15 ഇങ്ങനെയുള്ള വാർഡുകളും തിയേറ്റർ ഉൾപ്പെട്ട ഈ വാർഡ് അത് നമുക്ക് ഇനിയും തിരിച്ച് റിട്രോഫിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് പൊളിച്ചു കളയുന്നത് തന്നെയാണ് അഭികാമ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ PWD ആയിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് നടത്തുകയും അതിനുള്ള മീറ്റിംഗ് നടത്തുകയും ഒക്കെ ചെയ്ത് അത് മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമായിട്ട് നീങ്ങുകയായിരുന്നു. അതോടൊപ്പം ഈ 2016 ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ 2018 നമുക്ക് 536 കോടി രൂപ ആ ബിൽഡിംഗ് മാറ്റുവാൻ വേണ്ടിയിട്ട്, ഈ സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുകയും അത് അന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയാലും പ്രളയം, കോവിഡ് മുതലായ കാര്യങ്ങൾ കൊണ്ട് കുറച്ച് താമസം വന്ന് 2021 അവസാനത്തോടു കൂടിയാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും നമ്മളിത് ഫോളോ അപ്പ് ചെയ്ത് മാറ്റാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ 30/5 ബഹുമാനപ്പെട്ട 2 മിനിസ്റ്റർമാരുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ ഈ അടുത്ത ജൂലൈ 30 മുമ്പ് മാറ്റാനായിട്ട് ടൈം ലൈൻ വെച്ച് നമ്മൾ ഇത് മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടെല്ലാം മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സിനല്ല, എൻറ്റയർ ബിൽഡിങ്ങിന് പ്രോബ്ലം ഉള്ളതായിട്ട് കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അടച്ചിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യുന്ന, അതായത് ഇവിടുത്തെ ഓർത്തോ, സർജറി, റേഡിയോ ഡയഗ്നോസിസ് വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇത് 100% അടച്ചിട്ട് ഇവിടുത്തെ എല്ലാ സർവീസുകളും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, അതായത് നിങ്ങൾക്കെല്ലാം അറിയാം, ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പറ്റുന്ന രീതിയിൽ അറ്റകുറ്റപ്പറ്റ പണികൾ നടത്തി നമ്മളിവിടെ ഒരു സേഫ്റ്റി കമ്മിറ്റിയൊക്കെ വെച്ച് അവരുടെ ഒക്കെ ഇടയ്ക്കുള്ള മേൽനോട്ടത്തോടു കൂടി ഇത് കഴിയുന്നതും മുന്നോട്ട് പ്രവർത്തിപ്പിച്ച് ഇതായാൽ എത്രയും വേഗം ഇങ്ങോട്ട് മാറ്റാനുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. 12 വർഷത്തോളം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ അത് ശരിക്കും ഒരു അനാസ്ഥയല്ലേ അത്? എനിക്കതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ ഒരു സാധാരണ ഗവൺമെൻറ് കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും. അപ്പോൾ അതിനുള്ള ഫണ്ട് അലോട്ട്മെൻറ്റുകൾ നമുക്കെല്ലാം അറിയാം. ഈ ഒരു ബിൽഡിംഗ് 8ഓളം നിലകളുള്ള ഇത്രയും വലിയൊരു ബൃഹത്തായ ബിൽഡിംഗ് പണി തീർക്കണമെങ്കിൽ അതിന് സാധാരണമായിട്ട് ഒത്തിരി സമയം എടുക്കുന്നതാണ്. അത് 2001 തന്നെ 2002 അവസാനം 2 പണി തുടങ്ങി 3 വർഷം കൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പണി തീർത്തെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. പൂർണ്ണമായിട്ട് സർവീസ് അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് സാധ്യമല്ലായിരുന്നു അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് 2013 അല്ലെങ്കിൽ 2016 ഞാൻ വരുമ്പം തൊട്ടോ ആ ബിൽഡിങ്ങിന് ബലക്ഷയമാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ വേറൊരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സേ ഇല്ലാതെ ഇത് 100% അടച്ചിടുക എന്നുള്ളത് സാധ്യതയില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു PWD AXC അല്ലെങ്കിൽ AE ലെവലുള്ള ഒരു കത്താണ് ആദ്യം കിട്ടിയത്. അപ്പോൾ ഇത്രയും വലിയ ബൃഹത്തായ ഒരു സാമ്പത്തിക ബാധ്യതയുള്ള ഒരെണ്ണത്തിലേക്ക് മാറുമ്പോൾ അതിനു മുമ്പ് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തേണ്ടതും ആവശ്യമായിരുന്നു.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 2 ഏജൻസികൾ വഴി നടത്തി. അതിൽ രണ്ടിലും ഒരു 100% ഉറപ്പായിട്ടുള്ളത്. അതായത് 2 പോസിബിലിറ്റീസ് ആണുള്ളത് ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൽ. ഒന്ന്, ഇത് ഇടിച്ചു മാറ്റുക. അതല്ല എങ്കിൽ അതിൽ സ്ട്രെങ്തൻ ചെയ്ത് രണ്ടാമത് യൂസ് ചെയ്യുക. അപ്പോൾ സ്ട്രെങ്തൻ ചെയ്ത് രണ്ടാമത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മേ ബി ഒരു 15-20 കോടി രൂപയ്ക്ക് ആ എൻ്റയർ ബിൽഡിംഗ് അത്ര ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അടുത്ത് 25 വർഷത്തേക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വിശദമായൊരു പഠനം ആവശ്യമാണെന്നും അത് 2 ലെവലിലുള്ള പഠനത്തിലും കൃത്യമായ ഒരു ആൻസർ കിട്ടാത്തതുകൊണ്ട് വളരെ വിശദമായ ഒരു പഠനത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തിയത്. പക്ഷേ ഈ ബിൽഡിംഗ് റെട്രോ ഫിക്സിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നോക്കിയായിരുന്നു. അതായത് PWDയുടെയും ഈ പഠനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ബിൽഡിങ്ങിനെ റെട്രോ ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ബിൽഡിംഗ് ആണ്, ഇത്രയും കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ പുതിയ ബിൽഡിങ്ങിന്റെ പണി എന്ന് കഴിഞ്ഞാണ്? പുതിയ ബിൽഡിങ്ങിന്റെ ഇല്ല, ഇതിന്റെ പണി കംപ്ലീറ്റ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ചെറിയ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി നടക്കുന്നേ ഉള്ളൂ. അതുകൂടെ ആയാൽ ഇത് ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ സർജിക്കൽ വാർഡുകളാണ്, ഓർത്തോ വാർഡുകളാണ്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി കൂടെ ആകാതെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അത്യാഹിത വിഭാഗത്തിൽ നിന്നുള്ള രോഗികൾ, അല്ലെങ്കിൽ OP എന്നുള്ള രോഗികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യുന്ന സമയത്ത് അതിലെ ട്രാൻസ്പോർട്ടേഷൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ കൊണ്ടാണ് തിയേറ്റർ കൂടെ പൂർത്തിയായിട്ട് നമുക്ക് മാറ്റാമെന്നുള്ള ഇതിലേക്ക് വന്നത്. എക്യുപ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 100% സപ്ലൈ ആയില്ല എങ്കിലും കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് DMEയും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും. അപ്പോഴും ഈ പറയുന്ന ബിൽഡിംഗ് യഥാർത്ഥത്തിൽ അടച്ചിടപ്പെട്ട ബിൽഡിംഗ് എന്ന് പറയുന്ന സത്യമാണോ എന്ന കാര്യം വ്യക്തമാകുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കാണിക്കാം. നമ്മുടെ ടോബി, അതിനുശേഷം ഈ ദൃശ്യങ്ങൾ പകർത്താൻ ആർക്കും അനുവാദം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലീസ് പിന്നെ തടഞ്ഞു. ടോബിയെ തന്നെ തടഞ്ഞ് ഇറക്കി വിടുമായിരുന്നു ആ സ്ഥലത്ത് നിന്ന്. ആ ദൃശ്യങ്ങളൊന്ന് പ്ലേ ചെയ്താൽ അതിൽ വളരെ വളരെ വ്യക്തമായി വളരെ ഭംഗിയായി കാണാം. ഇതാണ് ആ വാർഡ്. ഇവിടെ ഈ പറയുന്ന അവിടെ കട്ടിലുകളുണ്ട്, കട്ടിലുകളിൽ ഷീറ്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്, അവിടെ കുടിവെള്ളത്തിൻ്റെ കുപ്പിയുണ്ട്, അവിടെ ഈ പറയുന്ന സ്റ്റീലിൻ്റെ ഈ പറയുന്ന എന്താണ് ഫ്ലാസ്ക് എന്ന് പറയില്ലേ, ഫ്ലാസ്ക് അടക്കമുള്ള കാര്യങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കുന്ന പാത്രം അവിടെയുണ്ട്. ഇവിടെ സജീവമായ ആളുകൾ താമസിച്ചിരുന്നു, അല്ലെങ്കിൽ സജീവമായ ആളുകൾ ഉണ്ടായിരുന്ന, രോഗികളും കൂട്ടിരിപ്പാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇതാണ് അടച്ചിട്ട ആരോരുമില്ലായിരുന്നു എന്ന് പറയുന്ന സ്ഥലം. നുണ പറയുകയാണ്, വ്യാജം പറയുകയാണ്. ജയപ്രകാശ്, താങ്കൾ പറഞ്ഞു തുടർന്നോളൂ. അതോടൊപ്പം 2013 മുതൽ ഈ ബിൽഡിംഗ് പ്രശ്നമാണെന്ന് ആരോഗ്യമന്ത്രിക്ക് അറിയാം. ആരോഗ്യമന്ത്രിയുടെ പക്കൽ കത്തുണ്ട്. 2013 മുതൽ 2025 വരെയുള്ള വർഷങ്ങൾ എത്രയാണ്? എന്ത് ധൈര്യത്തിലാണ് അപ്പോൾ അത്രയും രോഗികളെ അവിടെ പാർപ്പിച്ചു? കാര്യം ശരി, അവിടെ പുതിയ ബിൽഡിംഗ് പണിയുന്നുണ്ട് ഒക്കെ പറയുമ്പോഴും അവിടെ ജയപ്രകാശ് മാഷ് അതിൻ്റെ കോൺക്രീറ്റ് ഒന്നാകെ ഇളകി പൊട്ടി വീഴുകയാണ്. അത് അവിടുത്തെ രോഗികളും നഴ്സുമാരൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ താഴെയിൽ വലിയ വിള്ളലുകൾ, വിണ്ടുകീറലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന വർഷങ്ങൾ രോഗികളെ താമസിപ്പിക്കാൻ തോന്നിയത് ജയപ്രകാശൻ? ബഹുമാനപ്പെട്ട DME പറഞ്ഞ കാര്യങ്ങൾ ഹാഷ്മി ശ്രദ്ധിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 2013 ഈ ബിൽഡിങ്ങിന് തകരാറുണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നു. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. 2016 ആ ഗവൺമെൻറ് പോകുന്നതുവരെ ഒരു ചെറുവിരൽ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അനക്കപ്പെട്ടില്ല. 2016 പുതിയ ഗവൺമെൻറ് വന്നു. അവർ PWDയോട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. പരിശോധിച്ചപ്പോൾ നിർബന്ധമായി ഡിമോളിഷ് ചെയ്യണം എന്നൊരു അഭിപ്രായം അവർ പറഞ്ഞില്ല. 2 റിപ്പോർട്ടുകൾ വന്ന് പറഞ്ഞില്ല. ഒടുവിൽ സ്ട്രക്ചറൽ സ്റ്റഡി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ആ സ്റ്റഡിയിലാണ് പറയുന്നത് 2018 ഇത് മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. ആ നിമിഷം ആരംഭിച്ചു LDFന്റെ ഗവൺമെൻറ് അതിൻ്റെ പുതിയ പണി സംബന്ധിച്ച്. 2 വർഷക്കാലം കോവിഡുമായി ബന്ധപ്പെട്ട് പോയത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. 2021 വർക്ക് ആരംഭിച്ചു. 750 കോടിയുടെ വികസന പ്രവർത്തനം ഇവിടെ നടക്കുകയാണ്. 8 നിലകളുള്ള 526 കിടക്കയുള്ള 18 ഓപ്പറേഷൻ തിയേറ്ററുള്ള 44 ICU ഉള്ള 12 ഐസൊലേഷൻ വാർഡുകളുള്ള കെട്ടിട നിർമ്മാണം നടക്കുകയാണ്. അവിടെ 268.6 കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പൂർത്തീകരിക്കപ്പെടുകയാണ്. പകർച്ചവ്യാധി ബ്ലോക്ക് ഇതിനും പൂർത്തിയായി 36.41 കോടി. കാർഡിയോളജി ബ്ലോക്ക് പൂർത്തിയായി. 28 കോടി ചെലവഴിച്ച് CT സ്കാൻ വാങ്ങിച്ചു. കോടികൾ ചെലവഴിച്ച് ഉപകരണങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. 7 കോടിയുടെ കാത്തലാബ് വാങ്ങിച്ചു. ഇതെല്ലാം എത്രമാത്രം സജീവമായ താല്പര്യമാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിനോട് കാണിച്ചത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയുന്ന കാര്യമില്ലേ? അവിടെ ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയാണ് ആരോഗ്യവകുപ്പ്, ഇതെല്ലാം ശരിപ്പെടുത്തുന്നതാണ് ആരോഗ്യമന്ത്രി എന്നെല്ലാം പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? തികഞ്ഞ കളവുകൾ വെച്ചുകൊണ്ട് അങ്ങനെ പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണോ? ഞാൻ അത്രയും കാര്യം പറഞ്ഞുള്ളൂ. ഈ നടന്ന സംഭവത്തെ ഒരു കാരണവശാലും ഞാൻ ന്യായീകരിച്ചിട്ടില്ല. ആ മരണത്തെ ഒന്ന് കുറച്ച് കാണാൻ ഞാനില്ല. പക്ഷേ അതാണ് ഏറ്റവും വലിയ, അത് മാത്രമാണ് കാര്യം.
എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് മരം മറിഞ്ഞ് കാട് കാണാതിരിക്കുന്ന ഒരു നില ഉണ്ടാക്കുന്നത് അത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ ആൾ പറയുന്നത് അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. കാരണം തെരണ്ടി വല കൊണ്ട് അടിക്കണം, തോന്നിയ മാസമാണ്, കോപ്രായമാണ്, ചൂലെടുത്ത് ചാണകം മുക്കി അടിക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ വായ കോളാമ്പിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് എനിക്കതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ട് വ്യക്തിപരമാവണ്ട. ഏറ്റവും ജ്യോതികുമാർ ചാമക്കാല, ഞാൻ പിന്നെയും പറയുന്നു ഇപ്പൊ ചാമക്കാലയ്ക്ക് ബോധ്യം ഉണ്ടാവും, രാജ്യമൊട്ടാകെ ശരി രാജ്യമൊട്ടാകെ സഞ്ചരിക്കുന്ന ആർക്കും മനസ്സിലാവും കേരളത്തിലെ ആരോഗ്യരംഗം തന്നെയാണ് മെച്ചപ്പെട്ട രംഗം. അത് ഇടതുപക്ഷത്തിന്റെ മാത്രം സംഭാവനയല്ല, അത് കോൺഗ്രസിന്റെ മാത്രം സംഭാവനയല്ല. അത് കേരളം ഉണ്ടായ കാലം മുതൽക്ക് ഇങ്ങോട്ടെ, അല്ലെങ്കിൽ കേരളം ഉണ്ടാവുന്നതിന്റെ കാലത്തിന് തൊട്ട് മുൻപ് വരെയും മുതൽ ഇങ്ങോട്ടെ നമ്മുടെ ഈടുറ്റ കാമ്പുള്ള നല്ല വേരുകളുള്ള നമ്മുടെ ആരോഗ്യ മേഖല അത് ആരുടെയും ഒറ്റക്കുള്ള ക്രെഡിറ്റ് അല്ല ചാമക്കാല. പക്ഷേ ശരി, നമ്മുടെ ആരോഗ്യം ഒന്നാം നമ്പർ എന്താണ്, നമ്മൾ പതാകവാഹകരായി മുന്നോട്ടേക്ക് പോകുന്നു, സൂചികകളൊക്കെ നമ്മൾ മുന്നിലാണ് എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ഒരു ഹർഷന, കോഴിക്കോട്ടെ ഹർഷനയുടെ വയറ്റിൽ കത്രിക വെച്ച് എന്താണ് തുന്നിക്കെട്ടി അവർ 9 വർഷങ്ങളോളം അത് വെച്ച് നടക്കും. അത് പഴുത്തുകൊണ്ടോ ഇപ്പോഴും നീതി കിട്ടാതെ അലയും. ഇവിടെ മരുന്ന് ലഭ്യത കുറവ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവിടെ സമരമുണ്ടാകും, ഇവിടെ തീപിടുത്തമുണ്ടാകും, ഇവിടെ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴും. ഇതൊക്കെ പറയുമ്പോൾ ഈ പറയുന്നവരൊക്കെ ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തെ ഇല്ലാതാക്കാൻ നടക്കുന്നവരാണ് എന്ന നറേറ്റീവ് ഉണ്ടാക്കുന്നത് ആർക്കാണ് ഗുണം ചാമക്കാല? ഇവിടെ ഈ നാട്ടുകാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് കോളാമ്പിയായി തോന്നുന്നെങ്കിൽ ആ കോളാമ്പി ആകുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ, ഒരു തർക്കവും വേണ്ട. പക്ഷെ ഇതുപോലെ വിടുവായത്വവും ഇല്ല പേപ്പറിൽ എഴുതി കാണിച്ചത് കൊണ്ടും ആരോഗ്യരംഗം നന്നാവില്ല. ഞാൻ തുറന്നു സമ്മതിക്കുന്നു, എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഈ സംസ്ഥാനം ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒന്നാം സ്ഥാനത്താണ്. അത് പിണറായി വിജയനും വീണ ജോർജും വന്നതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തുണ്ടായിരുന്ന ഈ ആരോഗ്യരംഗത്തുണ്ടായിരുന്ന ആ ഉന്നതി പതിയെ നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലല്ലേ? ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം ഹാരിസ് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇവർക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ ആരെങ്കിലുമാണോ പറഞ്ഞത്? അദ്ദേഹം കഴിഞ്ഞ ആഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ടയാളല്ലേ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ വസ്തുതാപരമല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെല്ലാം? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അത്ര രൂപ മുടക്കി. ഇപ്പൊ നമുക്ക് ബിന്ദുവിനെ നഷ്ടപ്പെട്ടല്ലോ, അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒരു ജീവൻ പൊലിഞ്ഞല്ലോ, ആ ജീവൻ പൊലിയുന്നതുവരെ ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്തില്ലല്ലോ. ആ ജീവൻ പൊലിഞ്ഞതിനെ സംബന്ധിച്ച് നോക്കൂ, ഇന്ന് മന്ത്രിമാരെ സംബന്ധിച്ച് എത്ര ഉത്തരവാദിത്വരഹിതമായിട്ടാണ് പെരുമാറിയിട്ടുള്ളതെന്ന് താങ്കൾ നോക്കൂ. എല്ലാം വെള്ളപൂശാനുള്ള ശ്രമമല്ലേ? ഓടി വരികയാണ് ആസവൻ, ഇവിടെ ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെയാണ്, രണ്ടുപേർക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്, അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, എല്ലാം തീർന്നു, ഓക്കെ ബൈ നമുക്ക് പിരിയാം. തൊട്ടുപുറേ ആരോഗ്യമന്ത്രി വരുന്നു, അവരും ഇത് തന്നെ ആവർത്തിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതിനെ ഗൗരവത്തിലെടുക്കാനോ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് നേതൃത്വം നൽകാനോ വരാൻ തയ്യാറായില്ല. നോക്കട്ടെ, മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലായിരുന്നല്ലോ ജില്ലാ കളക്ടർ, ഈ ജില്ലയുടെ ഭരണാധികാരി, കോട്ടയം ജില്ലയുടെ ഭരണാധികാരി, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് മുഴുവൻ സമയവും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നല്ലോ. ഈ സംഭവം ഉണ്ടായിട്ട് അങ്ങോട്ട് വന്നോ? 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഇതിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്, ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം തുടങ്ങിയത് തന്നെ. അവിടെ പിന്നെ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ താമസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. എന്തോ ആയിക്കോട്ടെ, 2.5 മണിക്കൂർ വേസ്റ്റ് ആക്കിയില്ലേ? ഈ സംഭവം ഉണ്ടായ ഉടനെ മന്ത്രിമാരോട് എത്തിയില്ലേ? എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകി? അതിനെക്കുറിച്ച് ഇനി അവിടെ ഈ ഇടിഞ്ഞു വീണ ടോയ്ലറ്റ് ബ്ലോക്കും അതിനോട് ചേർന്നുള്ള വാർഡുകളും ഉപയോഗത്തിലായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴും മന്ത്രി എന്താ പറഞ്ഞിരുന്നത്? ഇവിടെ ഗോഡൌണിലാണ്, ഇവിടെ മറ്റെന്തൊക്കെയോ പഴയ സാധനങ്ങൾ വാരി കെട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ മന്ത്രിക്ക് ആരാ അറിവ് നൽകിയത്? എന്തിനായിരുന്നു ഇതെല്ലാം മൂടിവെക്കാൻ ശ്രമിച്ചത്? അപ്പോ ജ്യോതികുമാർ, അവിടെ അടച്ചിട്ടേക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് ബ്ലോക്ക് അടച്ചെങ്കിൽ അവിടെ വെള്ളം കൊടുക്കുന്നതിനാ? ജ്യോതികുമാർ ചാമക്കാല, അവിടെ അത് അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കട്ടിലുണ്ടാവുന്ന എങ്ങനെയാ? കട്ടിലിന് ബെഡ് ഉണ്ടാവുന്ന എങ്ങനെയാ? ബെഡിന് മേൽ ഷീറ്റ് ഉണ്ടാവുന്ന എങ്ങനെയാ? ടോയ്ലറ്റ് ബ്ലോക്കിൽ വെള്ളം ഇതൊക്കെ ഉണ്ടാവുന്ന എങ്ങനെയാ? അതുകൊണ്ടാണ് അവിടെ ആൾക്കാർ പോകുന്നത്. അങ്ങനെ മാത്രമല്ലോ, ഈ ഹോസ്പിറ്റൽ പിന്നെ സെക്യൂരിറ്റി സ്റ്റാഫില്ലേ, സെക്യൂരിറ്റിക്ക് ബോധ്യമില്ലേ ഈ ബ്ലോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ നിങ്ങളുടെ ചാനലിന് മുന്നിൽ വന്നുള്ള മുഴുവൻ ആ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആ ഹോസ്പിറ്റലിൽ വന്നുള്ള മുഴുവൻ ആളുകളും പറഞ്ഞില്ലേ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടോയ്ലറ്റ് ബ്ലോക്ക് ആയിരുന്നു എന്ന്? ആരെങ്കിലും എതിർത്ത് പറഞ്ഞോ? ഒരാളെങ്കിലും പറഞ്ഞോ അത് ഉപയോഗിച്ചിരുന്നില്ല എന്ന്? ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മുഴുവൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണെന്ന്. എന്നിട്ട് ഇപ്പോൾ മന്ത്രി വന്നിരിക്കുക 2013 ഒരു കത്തും പൊക്കി പിടിച്ചുകൊണ്ട്. നാണമില്ലേ ഈ മന്ത്രിക്ക്? 2013 കത്ത് എവിടുന്നോ തപ്പി ഈ കത്ത് കണ്ടെത്താൻ നടത്തിയ ശ്രമം ഉണ്ടല്ലോ, ആ ശ്രമം ഈ പിന്നെ എന്താ പറയുക അവരെ കാണാതായപ്പോ, അല്ലെ എന്റെ അമ്മയെ കാണാനില്ല എന്ന് ബിന്ദുവിന്റെ മകൾ പറഞ്ഞപ്പോ അവിടെ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആ സമയം കളഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരെ ജീവനോട് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അപ്പോ സർക്കാരിന്റെ പ്രയോറിറ്റി, മന്ത്രിയുടെ പ്രയോറിറ്റി ഈ ആരോഗ്യ മേഖലയിലെ തെറ്റായ കീഴ്വഴക്കങ്ങളെ തിരുത്തുക എന്നതല്ല. ഇവിടെ എല്ലാം ഭദ്രമാണ്, ആരും ഒന്നും പറയാൻ പാടില്ല, ആരും ഒരു അക്ഷരവും ഇണ്ടാൻ പാടില്ല. ഹാരിസിനെ സംബന്ധിച്ച് നോക്കൂ,
ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ഹാരിസ് നടപടി ശ്രമിച്ച് എന്താ പറയുക ദയാവധത്തിന് തയ്യാറായി കാത്തു നിൽക്കുന്ന ഒരു ഡോക്ടറല്ലേ? എന്താ അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ, നവമിയെ സംബന്ധിച്ച് നാളെ ഇതുണ്ടാകാം, നവമിക്കെതിരെ നാളെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കാം. ഒരു ഹാരിസിനെതിരെ മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞു ഉടനെ എന്താണ് പിന്നെ കടന്നലുകളെ പോലെയല്ലേ ആക്രമണം അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക? എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? ഇടതുപക്ഷ സഹയാത്രിയല്ലേ? എന്താ ഹാരിസ് ഡോക്ടർ ചെയ്ത തെറ്റ്? അദ്ദേഹം പറഞ്ഞതിൽ എവിടെയാണ് വീഴ്ച ഉള്ളത്? അദ്ദേഹം പറഞ്ഞതിൽ അക്ഷരം പ്രതി ശരിയാണെന്ന് വന്നില്ലേ? അദ്ദേഹം 7 മാസം മുമ്പ് മുതൽ ഈ സർക്കാരിന് കൊടുത്തിട്ടുള്ള മന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള പരാതികളുടെ നിവേദനങ്ങളുടെ മുഴുവൻ പകർപ്പും അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? എന്നിട്ടും അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇത്രയും പുറത്താക്കാൻ ശ്രമം നടത്തുന്നത്? ഇപ്പോ ഈ നടന്നുള്ള സംഭവത്തെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ എന്തായാലും ഈ പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ പ്രൊഫഷണൽ സൂയിസൈഡ് ചെയ്യാണെന്ന് പറയുന്നു. എന്തിനാണ് അദ്ദേഹം പറയുന്നതെന്നേ? എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ആലോചിച്ച് നോക്കി, MBBS മാത്രം എടുത്ത ആളുകൾ 10 ലക്ഷത്തിന് 20 ലക്ഷത്തിന് വണ്ടിയിൽ നടക്കുന്ന ഒരു കാലത്ത് ഒരു സ്കൂട്ടറിൽ മഴ നനഞ്ഞും വെയിൽ കൊണ്ടും ഹെൽമെറ്റ് വെച്ചോ ആശുപത്രിയിലേക്ക് എത്തിയിട്ട് രോഗികൾക്ക് വേണ്ടി രാപ്പകൽ നിൽക്കുന്ന 365 ദിവസത്തിൽ 360 ദിവസം ആശുപത്രിയിൽ നിൽക്കുന്ന എല്ലാ ഞായറാഴ്ച അവിടെ നിൽക്കുന്ന ഒരു വകുപ്പ് മേധാവി അദ്ദേഹത്തിന്റെ പ്രിയങ്കരമായ അല്ലെങ്കിൽ പ്രിയപ്പെട്ട രോഗികളുടെ വേദന കണ്ട് പറഞ്ഞതിന് അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ പ്രൊഫഷണൽ സൂയിസൈഡായി പോയി എന്ന് പറഞ്ഞ് എന്തോ കുറ്റം ചെയ്ത പോലെ അങ്ങനെ നിൽക്കുന്ന കാഴ്ച കേരളത്തിന് വേദനയുള്ള കാഴ്ചയാണ്. അത് നല്ല പ്രവണതയല്ല. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് ഈ രാത്രിയും എന്താണ് സംസ്ഥാനമെമ്പാടും പ്രതിപക്ഷ സംഘടനയുടെ യുവജന സംഘടനകളൊക്കെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധങ്ങളിൽ പലതും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ പക്ഷേ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. യാത്രയിലാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. സുജിത് സുരേന്ദ്രൻ അവിടെ ചേരുന്നുണ്ട്. സുജിത്ത്, ആരോഗ്യമന്ത്രി എപ്പോഴാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്? രാവിലെ മുതൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ടെൻഷൻ കാരണമായിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായും ഹാഷ്മി, 7:15 കൂടിയാണ് മന്ത്രി വീണ ജോർജിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന വഴിയാണ് മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ആശുപത്രിയിൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ 2 ഫിസിഷ്യന്മാരുടെ നേതൃത്വത്തിലാണ് ഡോക്ടറെ ചികിത്സ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഉൾപ്പെടെയുള്ളവരും ഇവിടെയുണ്ട്. മന്ത്രിക്ക് രക്തസമ്മർദ്ദം വർദ്ധിച്ചതാണ് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡ്രിപ്പ് നൽകിക്കൊണ്ടിരിക്കുക. ആ ട്രിപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മന്ത്രിക്ക് മടങ്ങാനാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മടങ്ങിയാലും മന്ത്രിക്ക് വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. ഇപ്പോൾ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം BJP പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ ആശുപത്രി പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഹാഷ്മി. മറ്റൊന്ന്, ഇവിടെ മന്ത്രി എത്തിയപ്പോൾ തന്നെ സാബു മാത്യു ഉൾപ്പെടെയുള്ള ആളുകൾ KM സാബു മാത്യു IPS ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് എത്തിയിരുന്നു. മന്ത്രിയുടെ ക്ഷമം അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മന്ത്രി ഒബ്സർവേഷനിലാണ് ഉള്ളത്. ട്രിപ്പ് തീരാറായിക്കൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ തന്നെ മന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വിദഗ്ധരായ മറ്റു ഡോക്ടർമാരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ആശുപത്രി പറഞ്ഞതുപോലെ തന്നെ മന്ത്രി കോട്ടയത്തെ താലൂക്ക് ആശുപത്രിയിൽ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ യാത്രക്കിടയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ആശുപത്രിയിലേക്ക് പോവുകയുമായിരുന്നു. ഇപ്പോൾ രാവിലെ മുതൽ ഉണ്ടാകുന്ന ടെൻഷനും ഒക്കെ അതിലുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഈ പറഞ്ഞ വിമർശനങ്ങളെ ഒന്നും മന്ത്രി എന്നുള്ള നിലയ്ക്കും വീണ ജോർജ് ടു പേഴ്സണലായി എടുക്കരുത് എന്നതുകൂടി കൂടുതൽ പറയുകയാണ്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യം പെട്ടെന്ന് മെച്ചപ്പെട്ടോ ഒക്കെ ആവട്ടെ, അത് അവർക്ക് യാത്ര തുടരാനാവട്ടെ. ശ്രീ എൻ അരുൺ, ഇവിടെ ഈ ആരോഗ്യ കേരളം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ആരോഗ്യ കേരളമല്ലേ? ഈ ആരോഗ്യ കേരളം 1-ാം നമ്പർ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെയും ഇവിടുത്തെ മാധ്യമങ്ങളുടെയും ഇവിടുത്തെ അഹോരാത്രം പഴകുന്ന ഡോക്ടർ സമൂഹത്തിൻ്റെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാവരുടെയും അല്ലേ? അതിനൊരു കോട്ടമുണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വേദനയാവേണ്ടതല്ലേ? അല്ലാതെ ആരോഗ്യ കേരളം ഞങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിമർശനം ചൂണ്ടിക്കാണിച്ചാൽ ഡോക്ടർ ഹാരിസ് ഹസൻ പോലും അതിനെ മോശമായി ചിത്രീകരിക്കാൻ ശത്രുക്കൾക്ക് വടി കൊടുക്കുന്ന ആൾ എന്ന സമീപനം ഓർത്തു നോക്കൂ. ഒരു പരമസാധുവായ മനുഷ്യൻ, ഒരു ഡോക്ടർ, ജീവിതത്തിൽ രോഗികൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച, ഗൾഫിൽ 5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിട്ടും ആരോഗ്യമന്ത്രി KK ശൈലജ സമയത്ത് ഇവർ ഡോക്ടർമാരെ ആവശ്യമുണ്ട് എന്നൊരു ആഹ്വാനം കേട്ട് 30,000 രൂപയ്ക്ക് ബാക്ക് ടു നാട്ടിലെത്തി പണിയെടുക്കുന്ന, രാവിലെ ഓഫീസിൽ പോയി രാത്രി വരെ, പിന്നെയും രാവിലെ മുതൽ രാത്രി വരെ ഔദ്യോഗസ്ഥമില്ലാതെ കുടുംബജീവിതമില്ലാതെ രോഗികൾക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു ഡോക്ടർ ഒരു കാര്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ പ്രൊഫഷണൽ സൂയിസൈഡ് ചെയ്യേണ്ടി വരുമോ എന്ന ആശങ്കയിൽ ഒരു കുറ്റക്കാരനെ പോലെ കേരളത്തിൽ നിൽക്കാന്ന് പറയുന്ന അവസ്ഥ എന്ത് ഭീകരമാണ് ഡോക്ടർ എൻ അരുൺ. ആ പ്രവണത പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല.
വളരെ ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എടുക്കുക. എല്ലാം ഒരു കുറ്റം പറച്ചിൽ എന്ന രീതിയിലല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ ഹരീഷ് വളരെ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്, വളരെ നല്ല കാര്യമാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ടി വന്നു, നിയമപരമായിട്ട് തെറ്റായിരിക്കാം. പക്ഷേ അത് ചെയ്തുകൊണ്ട് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വളരെ നല്ല രീതിയിൽ കുറേ കാലമെങ്കിലും നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ ആ മെത്തഡോളജിയിൽ ചിലപ്പോൾ നല്ലൊരു മെച്ചം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പുതിയൊരു അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ് അംഗീകരിക്കുകയാണെങ്കിൽ ആ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള കുറേ ഡിലേസ് എല്ലാ ഗവൺമെൻറ് സെക്ടറിലും ഉണ്ട്. ഒരു 500 രൂപയുടെ ഒരു സാധനമാണെങ്കിൽ തന്നെ ഉണ്ടാവുന്ന ഡിലേ വളരെ അധികമാണ്. അതുപോലെ തന്നെ ഓഫീസുകളിൽ ഓഫീസ് ജീവനക്കാർക്ക് അത് വെറും ഫയൽ മാത്രമാണ്. പക്ഷേ ആ ഫയലിലൊക്കെ തന്നെ ഓരോ രോഗിയുടെ ജീവൻ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഫയലുകളാണ്. ആ ഫയലുകൾ അവിടെ ഇട്ടിട്ട് ചിലപ്പോൾ അനക്കാതെ മാസങ്ങളോളം വെക്കുന്ന രീതിയിലൊക്കെയാണ് പലപ്പോഴും പോകുന്നത്. ഡോക്ടർമാർ അതായത് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് പോയിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്നാലേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് പല മെഡിക്കൽ കോളേജിലെ സ്ഥിതി. അപ്പോൾ അത് സത്യമായിട്ട് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു എന്താ പറയുക, പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളാണെന്ന് പറയുക. അത് നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ വിമർശനങ്ങളെയും പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ശരിയാണ്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു, കേരളം നമ്പർ 1 ആണ്, സമ്മതിച്ചു. അപ്പോൾ അത് ഇനിയും മെച്ചപ്പെടുത്താൻ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളുള്ളത്, പ്രശ്നങ്ങൾ പഠിച്ചിട്ട് നന്നാക്കുകയാണ് വേണ്ടത്. ഇപ്പം തന്നെ പുതിയ മറ്റേ നീതി ആയോഗിൻ്റെ ഒക്കെ ഇതിലൊക്കെ തന്നെ നമ്മുടെ വാക്സിനേഷൻ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോം ഡെലിവറി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരാൾ ചൂണ്ടിക്കാട്ടി കഴിയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ഇപ്പോൾ മലയാളികളാണ് എപ്പോഴും ഏറ്റവും അധികം പൈസ ചിലവാക്കുന്നത്. അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ ചിലവാക്കുന്ന ആരോഗ്യത്തിന് വേണ്ടി മലയാളികൾ തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ അവബോധം, ഹെൽത്തിനെ കുറിച്ചുള്ള അവബോധം കൂടുതലാണ്. നമ്മളെല്ലാം കൂടുതലായിട്ട് ടെസ്റ്റുകളെല്ലാം ചെയ്ത് നേരത്തെ അസുഖങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ സാധിക്കുന്നില്ലെങ്കിൽ പ്രൈവറ്റിൽ പോകും, അങ്ങനെ പൈസ ചിലവാക്കുന്നുണ്ട്. ഓക്കെ, എങ്കിലും അത് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ഗവൺമെൻറ് ഇടപെട്ടാലാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുക, അതിന് വേണ്ട ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ടോ, അതിന് വേണ്ട പൈസ ഇല്ലെങ്കിൽ അതെങ്ങനെ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും, ഇതിനെയുള്ള ചർച്ചകളും ആ ചർച്ചകളുടെ കൂടെ തന്നെ ഇങ്ങനത്തെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയാണ് വേണ്ടത്. ഈ ചൂണ്ടിക്കാട്ടിയവരെല്ലാം ഇതുപോലെ പല രീതിയിലും അവരെ ഒറ്റപ്പെടുത്തുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ ചൂണ്ടിക്കാട്ടാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ആരോഗ്യ മേഖല കൂടുതൽ മോശമാവാനാണ് സാധ്യത, സർക്കാരിൻ്റെ പ്രതിച്ഛായ വീണ്ടും മോശമാവാനാണ് സാധ്യത. അതുകൊണ്ട് പ്രതിച്ഛായ മെച്ചപ്പെടണമെങ്കിൽ ഇങ്ങനത്തെ വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുകയും വിമർശനങ്ങൾ പഠിക്കുകയും അതിന് വേണ്ട പരിഹാര നടപടികൾ ചെയ്യുകയാണ് വേണ്ടത്. CM പ്രകാശ്, അതല്ലേ വേണ്ടത്? ഈ വിമർശനങ്ങളെ പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടത്? ഈ പ്രതിപക്ഷം എന്ന് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയുടെ പാർട്ടി അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളം മുടിയണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടരല്ല. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷം, നിങ്ങളടങ്ങുന്ന ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഈ രാജ്യം മുടിയണം എന്നാഗ്രഹിക്കുന്ന ഒരു സഖ്യമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് CPM കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ സഖ്യം എന്ന പ്രതിപക്ഷം. കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസും ലീഗും അടങ്ങുന്ന പ്രതിപക്ഷം. അവർ ചൂണ്ടിക്കാണിക്കുന്നതിനെ, അതിന് പോസിറ്റീവ് വശങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്തി മുന്നോട്ടേക്ക് പോട്ടെ, അത് വിട്ടേക്കൂ. ഒരു ഡോക്ടർ, ഇടതുപക്ഷക്കാരനായ ഡോക്ടർ, സ്വരാജ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടർ, പിണറായി ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഡോക്ടർ, ആ ഡോക്ടർ പറയുമ്പോൾ ആ ഡോക്ടർക്കെതിരെയെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടാവരുത് എന്ന് ശക്തമായ ഭാഷയിൽ പറയാൻ കരുത്തുണ്ടാവണ്ടേ CPM എന്ന അടിസ്ഥാന വർഗ പാർട്ടിക്ക്? CM പ്രകാശൻ, ഇവിടെ ഒരാൾ നല്ലതായാൽ അത് വെച്ചാണ് അയാളുടെ ചെയ്തികൾ വിലയിരുത്തേണ്ടത് എന്ന തത്വശാസ്ത്രം എങ്ങനെയാണ് ഹാഷ്മി കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഹാഷ്മി നല്ല മനുഷ്യനാണ്, പക്ഷേ ഹാഷ്മി ഒരാളെ അടിച്ചാൽ തീർച്ചയായിട്ടും കേസുണ്ടാവുമല്ലോ. ഹാഷ്മി എത്ര നല്ല മനുഷ്യനാണ്, അയാൾക്കെതിരെ കേസെടുക്കാൻ പാടുണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ വിചാരിക്കുന്നത് ഡോക്ടർ ഹാരിസ് തന്നെ ഇപ്പോൾ ഈ 4 ദിവസക്കാലമായിട്ട് നിങ്ങളെല്ലാം നടത്തുന്ന അഭ്യാസത്തിൽ മനംനൊന്നിട്ടായിരിക്കാം ഒരു പ്രൊഫഷണൽ സൂയിസൈഡാണ് ഞാൻ ചെയ്തത് എന്ന് പറയേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് ദേശീയ റാങ്കിങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം കടന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. എമർജൻസി മെഡിസിനിലെ രാജ്യത്തിലെ ഏറ്റവും മികവുറ്റ സ്ഥാപനമായിട്ട് ഈ സ്ഥാപനത്തെ അംഗീകരിച്ച സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇക്കാലത്താണ്. നിങ്ങൾ കാണാൻ വേണ്ടി സെൻറ്റർ ഓഫ് എക്സലൻസ് ആണത്. അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇവിടെ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ കഴിഞ്ഞ ഒരൊറ്റ കൊല്ലക്കാലം 2898 ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ സ്ഥാപനം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു നിലക്കും സൗകര്യമില്ലാത്ത, ഒരു നിലക്കും മരുന്നില്ലാത്ത, ഒരു ചികിത്സയുമില്ലാത്ത, ഒരു സേവനവുമില്ലാത്ത ഒരു സ്ഥാപനമായിട്ട് തൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനം ഈ 4 ദിവസക്കാലമായിട്ട് ഇങ്ങനെ അടിച്ച് ശരിപ്പെടുത്തപ്പെടുകയാണല്ലോ എന്ന കാര്യത്തിൽ അദ്ദേഹം ദുഃഖിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു നില ഇന്ന് കേരളത്തിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേരളത്തിലെ പ്രതിപക്ഷം ഇന്ന് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ദുരന്തം ഉണ്ടാവട്ടെ എന്നാണ്.
ഒരു പിന്നെ ആന കുത്തിയിട്ട് ഒരാൾ മരിച്ചാൽ ശരി ശരി എനിക്ക് ചാമക്കാലയിലേക്ക് പോകാൻ എനിക്ക് ചാമക്കാലയിലേക്ക് പോകാനും മറുപടിക്കാൻ സമയമില്ല, സമയം കഴിയാണ്. എന്തായാലും ഈ പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസൻ എന്ന് പറയുന്നത് അദ്ദേഹം നേർക്കുനേർ നേരിട്ട പ്രശ്നങ്ങൾ തുറന്നു പറയലാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുനിഷ്ടോ കുന്നായ്മയോ ഈ സർക്കാരിനെ എന്തെങ്കിലും തരത്തിൽ മോശമാക്കാൻ ഇല്ലാതാക്കാൻ ഡോക്ടർ ഹാരിസിന് ഉദ്ദേശമില്ല, അത് പ്രതിപക്ഷത്തിനും ഇല്ല എന്നുള്ളതാണ് അറിയേണ്ടത്. പോസിറ്റീവ് എടുക്കേണ്ട കാര്യങ്ങളെ പോസിറ്റീവ് എടുക്കുകയും തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്തി മുന്നോട്ടേക്ക് പോയാൽ ആരോഗ്യ കേരളം 1-ാം നമ്പർ എന്നുള്ളത് കൂടുതൽ മെച്ചപ്പെടുകയുള്ളൂ. ഒരു ദോഷവും സംഭവിക്കില്ല. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.